വന്ദേ വന്ദേ നാരായണം ദേവം നൂതനാംബുദമേജകം ശംഖചക്രഗദാ പത്മധരം ശംഖചക്രഗദാ പത്മധരം ഗരുഡവാഹനം ശംഖചക്രഗദാ പത്മധരം ഗരുഡവാഹനം. നമ്മൾ എപ്പോഴും യോഗങ്ങളൊക്കെ തന്നെ അനൗപചാരികമാക്കാൻ എങ്ങനെയൊക്കെ ശ്രമിക്കാം എന്ന് പരീക്ഷിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ രാവിലത്തെ ഒരു സ്വാഗതം മാത്രം മതിയായിരുന്നു ശരിക്കും, പക്ഷെ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്വാഗതം എന്നുള്ളത്, അപ്പോൾ ഞാൻ പറയേണ്ടി വരും. എന്തായാലും ഈ യോഗത്തിനെത്തിയ ഓരോരുത്തരെയും കുന്നംകുളം കഥകളി ക്ലബിന് വേണ്ടിയും കുന്നംകുളം പൗരാവലിക്ക് വേണ്ടിയും കുന്നംകുളത്തെ മറ്റ് സാംസ്കാരിക സംഘടനകൾ, എല്ലാ സാംസ്കാരിക സംഘടനകളും കൂടിച്ചേർന്നിട്ടാണ് ഇങ്ങനൊരു സ്വീകരണം കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്നത്. കുന്നംകുളം റീഡേഴ്സ് ഫോറം ഉണ്ട്, CV ശ്രീരാമൻ ട്രസ്റ്റുണ്ട്, കുന്നംകുളം നാടകവേദിയുണ്ട്, ഫേസ് എന്ന് പറഞ്ഞ ഫോറം ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ്, അങ്ങനെ പല സംഘടനകളും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ സംഘടനയുണ്ട്. പക്ഷേ ഈ സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ സർവോപരി ഇത് ഒരു 10 വർഷം മുൻപ് ഈ കഥകളി ക്ലബ്ബ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കഥകളി ക്ലബിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് ശ്രേയസ്കരമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചു. പീശപ്പള്ളി രാജീവൻ എന്നുള്ള ഒരു പ്രോമിസിങ് ആർട്ടിസ്റ്റ്, കഥകളി മേഖലയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ തരുന്ന ഒരു കലാകാരൻ്റെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു രംഗരാജീവം എന്നുള്ള പേരിൽ കുന്നംകുളം ടൗൺ ഹാളിൽ നമ്മൾ 2-4 വർഷം മുൻപ് നടത്തിയത്. അത് 3 ദിവസത്തെ പരിപാടി. അതിൽ പലതരത്തിലുള്ള ക്ലാസിക്കൽ നൃത്തം ഉണ്ടായിരുന്നു, നാടകം ഉണ്ടായിരുന്നു, കഥകളി ഉണ്ടായിരുന്നു, സംഗീതം ഉണ്ടായിരുന്നു. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു കലാപരിപാടി എന്നുള്ള നിലയ്ക്കാണ് പീശപ്പള്ളി രാജീവനെ അനുമോദിക്കുന്ന രംഗരാജീവം എന്നുള്ളൊരു പരിപാടി കുന്നംകുളം കഥകളി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലൂടെ സംഘടിപ്പിച്ചത്. അപ്പോൾ കഥകളിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ മാത്രമാണ് നമ്മൾ ഇതുവരെയും ഈ 10 വർഷത്തിനിടയിലൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് വന്ന് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ വാസ്തവത്തിന് ഇതിനൊരു ദിശാബോധം ഉണ്ടായത്. എങ്ങനെയാണ് ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ളൊക്കെ ഒരു ബോധം എന്നെ പോലത്തെ ഒരാൾക്കുണ്ടായത്. ബേസിക്കലി കഥകളി അറിയാത്ത ഒരാളാണ്. ഇന്നും എനിക്കതിനെ പറ്റിയിട്ട് ഞാനൊരു വിൽപ്പത്തിയുള്ള ആളല്ല. പല ആൾക്കാരും പറയും, നിങ്ങൾ ഈ കഥകളി അറിയാത്ത നിങ്ങളെന്തിനാ പിന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ശരിയാണ്. ഇതിലിപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം ഞാൻ രാവിലെ പറഞ്ഞു. കാരണം കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴൊക്കെ തന്നെ കുന്നംകുളം എവിടുന്നാണ് വരുന്നതെന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളായ കാരണം പല സ്ഥലത്ത് എന്നാലും ചോദിക്കും, എവിടെയാണ് സ്വദേശം എന്ന് ചോദിച്ചാൽ കുന്നംകുളം എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചീത്തപ്പേരിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടി കൂടി കുന്നംകുളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്ന ഒരു ഗൂഢ താല്പര്യം ഈ പ്രവർത്തനങ്ങളിലേക്ക് പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് തിരക്കടൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നൊരു അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ ഉള്ള അദ്ദേഹമാണ് അതിൻ്റെ ഈ പൊതുപരിപാടികളൊക്കെ ആയിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നെ അദ്ദേഹം അപ്പോഴും സ്വാഗതം ഞാൻ തന്നെ തോന്നുന്നു. സ്വാഗത അധ്യക്ഷനോ എന്താണ്, ടീച്ചറായിരുന്നു അധ്യക്ഷൻ, ടീച്ചർ വന്നില്ല, അപ്പോൾ പകരം അധ്യക്ഷൻ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ 2030 കഴിഞ്ഞാൽ കുന്നംകുളത്ത് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിട്ട് 100 വർഷം ആവാൻ പോവാണ്. 1930 വലിയ കുഞ്ഞുണ്ണി രാജ ഇവിടെ
കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ തന്നെ അഭിമാന സാംസ്കാരിക സ്ഥാപനമായിട്ടുള്ള കേരള കലാമണ്ഡലം ഈ കുന്നംകുളത്താണ് കക്കാട് കാരണവപ്പാട് തിരികൊളുത്തി ആരംഭിച്ചത്. അപ്പോൾ കേരള കലാമണ്ഡലം എന്നുള്ളൊരു ആശയം ആദ്യം ഉണ്ടായത് ഒരു കുന്നംകുളത്തുകാരൻ്റെ മനസ്സിലാണ്. അയാളുടെ മനസ്സിൽ ഡ്യൂപ്ലിക്കേറ്റ് ചിന്തയല്ല ഉണ്ടായത്, ഒരു ഒറിജിനൽ ചിന്തയാണ് ഉണ്ടായത്. ആ ഒറിജിനൽ ചിന്തയിൽ നിന്നാണ് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാപനം കേരളത്തിന് തന്നെ ഉണ്ടായത്. ആ അഭിമാനമൊക്കെ നമ്മൾ മറന്നു കളഞ്ഞു, കുന്നംകുളത്തുകാർ മറന്നു, വിസ്മരിച്ചു. ഇപ്പം കക്കാട് കാരണവപ്പാട് ആണോ ഇത് ഈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ തർക്കമായി. അതല്ല, വള്ളത്തോളാണ്, മൗന്തരാജാണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ആൾ വലിയ കുഞ്ഞുണ്ണി രാജ ചിത്രത്തിലുണ്ടാവില്ല. കലാമണ്ഡലത്തിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കോണീരെ ചോട്ടിൽ ഒരു മൂലയ്ക്കിൽ ഒരു പൊടി പിടിച്ച എണ്ണ ഛായാചിത്രം കാണാം വലിയ കുഞ്ഞുണ്ണി രാജയുടെ. ആ മനുഷ്യൻ്റെ മനസ്സിലായിരുന്നു ആദ്യമായിട്ട് കേരള കലാമണ്ഡലം എന്ന ആശയമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഈ രണ്ടു പേരെയും വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അദ്ദേഹം വലിയ കാരണവപ്പാടായിരുന്ന അദ്ദേഹത്തിൻ്റെ കോവിലകത്ത് വെച്ചിട്ടാണ്, ഈ കക്കാട് കോവിലകത്താണ് കേരള കലാമണ്ഡലം പ്രവർത്തനം തുടങ്ങിയത്. ഏതാണ്ട് ഒരു വർഷത്തോളം ഇത് ഉദ്ഘാടനം ചെയ്ത ശേഷം കേരള കലാമണ്ഡലം പ്രവർത്തിച്ചത് കുന്നംകുളത്താണ്. ഇന്ന് അവിടെ അതിൻ്റെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു സർവേരിക്കല്ലെങ്കിലും നാട്ടണം, ഇവിടെയാണ് കേരള കലാമണ്ഡലം ആദ്യം ഉണ്ടായതെന്ന്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ദുഃഖമൊക്കെ നമുക്കുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ പ്രധാനമായിട്ട് ഈ തലപ്പള്ളി സ്വരൂപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. തലപ്പള്ളി സ്വരൂപക്കാർക്കും അതിൽ യാതൊരുവിധ താല്പര്യമില്ല. പിന്നെ നമുക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു താല്പര്യം, ഇത് കുന്നംകുളത്തിൻ്റെ ഒരു താല്പര്യമാണ്. ഈ കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥാപനം വലുതായപ്പോൾ അതിന് അവകാശവാദം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സാംസ്കാരിക പാരമ്പര്യമുണ്ടായിരുന്നു എന്നുള്ള ചരിത്ര വസ്തുത നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ, അത് മനസ്സിലാക്കാൻ കുന്നംകുളത്തുകാർ തയ്യാറാവുക എന്നുള്ളത് കൂടി ഈ കഥകളി അറിയാത്ത ഞാനിതിൻ്റെ പ്രസിഡൻ്റ് ആവണതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശമാണ് എന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ് വളരെ യാദൃശ്ചികമായിട്ട് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന, ഫോറം ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഒരു 10 വർഷം മുൻപ്, അത് 2011 ആ സംഘടന ഫോം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ കുന്നംകുളത്തിൻ്റെ ചരിത്ര എഴുതലുമായിട്ട് ബന്ധപ്പെട്ട് ചെർളയത്ത് രാമരാജ മാസ്റ്ററുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് 90 വയസ്സ് തികയാൻ പോവുകയാണ്, അടുത്ത കാരണവപ്പാട് ഞാനാണെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. കാരണം അദ്ദേഹം ഒരു 90 വയസ്സ് തികയാൻ പോകുന്ന നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് അതിന് മുൻകൈ എടുത്ത ഒരാളാണ്. കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബ്, റേഡിയോ ക്ലബ്ബ്, അക്ഷരശ്ലോക സദസ്സ്, അതുപോലെ തന്നെ രാജസ്ഥാനിൽ തീവണ്ടി ഇറങ്ങിയിട്ട് ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ പോകണം അദ്ദേഹത്തിന്. അങ്ങനത്തെയാണ്. എൻജിനീയറിംഗ് കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അടുത്തത് കുന്നംകുളത്ത് IET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങുകയായിരുന്നു. പാവം മനുഷ്യൻ. അത് കുന്നംകുളത്തുകാരെ ഒന്ന് സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് 90 വയസ്സായപ്പോൾ ആരും അറിയാതെ പോകരുത്, ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ആൾക്കാർക്ക് മറന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നവതി കുന്നംകുളത്ത് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഫോറം ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ് ഫേസ് മുന്നോട്ട് വരുന്നത്. അന്ന് ആദ്യമായിട്ട്, അതായത് കുന്നംകുളത്ത് കഥകളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കുന്നംകുളമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് കിടക്കുക. കാരണം ഇവിടെ ഇട്ടി മാത്യു ഉണ്ട്, ഇതിൻ്റെ പ്രവർത്തകരായിട്ട് KC ബാബു ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും ഈ ഫേസിൻ്റെ പ്രവർത്തകർ, ലബി വസനുണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം വെച്ചു, നമുക്ക് ഈ രാമരാജ മാസ്റ്ററുടെ ഈ നവതിക്ക് നമുക്കൊരു കഥകളി വെച്ചാലോ എന്ന് വെച്ചു. KC ബാബു പറഞ്ഞു, ഇവിടെ ആര് കാണാനുണ്ട് കഥകളിയൊക്കെ എന്ന്. ആ ഒരു ചോദ്യത്തിൽ ഞാൻ ആകെ ഒന്ന് ഇതായി. കാരണം ഇവിടെ ആര് കാണാനാണ് കഥകളി, ഇവിടെ ആർക്ക് വേണ്ടിയിട്ടുണ്ട് കഥകളി? ശരിയാണല്ലോ, കുന്നംകുളത്ത് ആരാണ് കഥകളി കാണാനും വരുന്നത്? കാരണം കുന്നംകുളത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച ഒരു കലയല്ല കഥകളി. അപ്പോൾ ഈ കഥകളി പിന്നെ എന്തിനാണ്
പക്ഷെ ഞാൻ പറഞ്ഞു ഈ ചെർളയം മടപ്പാട്ടെന്നൊക്കെയല്ലേ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആണല്ലോ പണ്ട് കഥകളി ഉണ്ടായിരുന്നു, കലാമണ്ഡലം ഉണ്ടായിരുന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് വളരെ കൃത്യതയില്ലെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ഈ എന്തെങ്കിലും ആയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് കലാമണ്ഡലത്തിലൊന്ന് പോയി നോക്കാം, ഇങ്ങനെ ഒരു വിഷയം പറയാം. അന്ന് കലാമണ്ഡലത്തിലേക്ക് പോയപ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ പറഞ്ഞു അത് ഈ ചെർളയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, കക്കാട് സ്വരൂപത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, തലപ്പള്ളി സ്വരൂപത്തിലത്തെ ഒരു രാജകുടുംബത്തിലത്തെ ഒരാൾക്ക് 90 വയസ്സ് തികയുന്ന സന്ദർഭത്തിൽ ക്ഷണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള കലാമണ്ഡലം ഞങ്ങൾ ഇവിടുന്ന് ഒരു മേജർ സെറ്റിന് ഫ്രീ ആയിട്ട് അയച്ചു തരാം കഥകളി. അപ്പോൾ എനിക്ക് തോന്നി എന്താ വെച്ചാൽ കാശൊന്നും കൊടുക്കണില്ല, എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കുന്നംകുളത്ത് കഥകളി വേര് പിടിക്കുമോ എന്നുള്ളത്. അപ്പോൾ വളരെ സന്തോഷമായി. അദ്ദേഹം ചായയും പരിപ്പോടെയൊക്കെ തന്നു. വളരെ സന്തോഷമായിട്ട് ഞങ്ങളെ തിരിച്ചയച്ചു. വളരെ വലിയ സ്വീകരണമായിരുന്നു. അന്ന് ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് തോന്നുന്നു, ഉണ്ണികൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്, നേരത്തെ ഇതിലുണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൾ. അപ്പോൾ വളരെ നല്ല സ്വീകരണമായിരുന്നു. നമ്മൾ കുന്നംകുളത്ത് നിന്നാണ് വരുന്നത് എന്ന് കേട്ടപ്പോൾ കേരള കലാമണ്ഡലത്തിൽ ഇങ്ങനൊരു സ്വീകരണം ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും വളരെ സന്തോഷമായി. ആദ്യമായിട്ട് രാമരാജ മാസ്റ്ററുടെ നവതിക്ക് കുന്നംകുളത്തൊരു കഥകളി 10 വർഷം മുൻപ് അവതരിപ്പിക്കപ്പെട്ടു, 10ലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, നിറഞ്ഞ സദസ്സായിരുന്നു അവിടെ. ഈ ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ കഥകളി. തട്ടുംപുറത്താണ് പറയുമ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അവസാനം വരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, ആൾക്കാർക്ക് വളരെയധികം താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനെ തുടർന്നാണ് കുന്നംകുളത്തൊരു കഥകളി ക്ലബ്ബ് രൂപീകരിക്കുന്നതിൽ തെറ്റില്ല, അതിൽ അനൗചിത്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ കഥകളി അറിയാത്ത ഞാൻ തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ദിശാബോധമൊക്കെ ഉണ്ടായത് കാണിപ്പോൾ ഈ ഒരു കുട്ടൻ നമ്പൂതിരിപ്പാട് വന്നതാണ്. ഇപ്പോൾ ഈ ഒരു സ്വീകരണത്തിൻ്റെ കാര്യത്തിലായാലും തന്നെ സത്യം പറയാണ്, അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് കാറോടിച്ച്, ഡ്രൈവറെ വെക്കൂല, സ്വന്തം തന്നെ കാറോടിച്ച് ഈ ലോകം മുഴുവൻ നടന്ന ആൾക്കാരെ ക്ഷണിക്കാനും അതിൻ്റെ സംഭാവനകൾ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൾ പ്രയത്നമാണ് വാസ്തവത്തിൽ. പലയിടത്തും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, 1-2 സ്ഥലത്തൊക്കെ കൂടെ പോയിട്ടുണ്ടെങ്കിലും രാത്രി 12 മണിക്കൊക്കെ വിളിച്ചിട്ടായില്ല നാളെ അവിടെ പോകണ്ടേ, നാളെ KP നമ്പൂതിരി അവിടെ പോകണ്ടേ. ഞാൻ പറഞ്ഞു തിരുമേനി ഒന്ന് കിടന്നുറങ്ങൂ, നാളെ നേരം വെളുത്തിട്ട് ആലോചിക്കാം നമുക്ക്. അത് നേരം വെളുക്കുമ്പോൾ ഞാൻ 4 മണിക്കൊക്കെ പുലർച്ചെ വിളിച്ചില്ല, ഇന്ന് നമുക്ക് വടക്കാഞ്ചേരിക്ക് പോയാലോ, എന്തിനും വടക്കാഞ്ചേരിക്ക് പോകും, അല്ല അവിടെ മറ്റാളെ കാണാണ്ട്. ഇങ്ങനെ അത് ഉള്ളിലേക്കെടുത്ത് ഈ ഒരു സ്വീകരണം നമ്മൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ചെറിയ പരിപാടിയാണെങ്കിലും അത് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് നടക്കണമെങ്കിൽ കുറച്ച് പ്രയത്നം അതിൻ്റെ മുൻപിൽ ആവശ്യമുണ്ട്. അപ്പോൾ പല ആൾക്കാരും അത് കഥകളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനൊന്നും തയ്യാറായെന്ന് വരില്ല. അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാരെ തേടണമെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും അന്വേഷിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ബാക്കിയുള്ളവരൊന്നും ഇല്ല എന്നല്ല പറയണത്. ഇപ്പോൾ ഇശപ്പള്ളി രാജീവനുണ്ട്, കോഴിക്കാട് പ്രദീപുണ്ട്, ഇപ്പം ഞാനും കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അഷ്റഫുണ്ട്. എനിക്ക് തോന്നുന്നു അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിലാകെ കൂടിയിട്ട് ഒരു കഥകളി ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടൊരു മുസൽമാനുള്ളത് അഷ്റഫാണ്. അഷ്റഫ് കൃത്യമായിട്ട് അതിൻ്റെ ട്രഷർ, അതിൻ്റെ കണക്കൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് അഷ്റഫിന്. അതിൻ്റെ മുകളിൽ അഷ്റഫിന് വേറെ കളിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ കൂടിയിട്ടുള്ള അയാൾക്ക് ഒരു പ്രത്യേക ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും. കാരണം ഇത് പഴയ കാലത്ത് ഹൈദരാലിയൊക്കെ ഗായകനായിട്ടുണ്ടായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ പുതിയ കാലത്തൊന്നും ഇനിയൊരു ഹൈദരാലി കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം നമ്മൾ വിഭജിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വേറെയാണെന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കുന്നംകുളം കഥകളി ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും ഈ കുന്നംകുളം കഥകളി ക്ലബ്ബിന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ബദനി ആശ്രമത്തിൽ നിന്നാണ്. ബദനിക്കാർ തന്നത്ര കാരണം അവർ വേറെ എവിടെയെങ്കിലും ഒരു പ്രാവശ്യമാണ് നമ്മൾ പുന്നിയൂർക്കുളത്ത് കുന്നംകുളം കഥകളി ക്ലബിൻ്റെ രാജേഷ് ഡോക്ടർ അവിടെ കളി വെച്ചത്. അന്ന് ഇവിടെ അച്ഛനൊക്കെ വലിയ പ്രശ്നമായി, എന്തപ്പോൾ നിങ്ങൾ ഇവിടെ വെക്കാണ്ട് അവിടെ പോയിട്ട് വെക്കുന്നത്? ഇവിടെ വെച്ചിട്ടില്ലെങ്കിൽ ബദനിയുടെ ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതായത് അവർ ഹോള് വിട്ട് തരുന്നു, ഇനി വേറെ എന്തൊക്കെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അവിടെ ഒരു സ്റ്റേജില്ല. അപ്പോൾ ഒരടിയുള്ള നിങ്ങളുടെ അളവ് പറയുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേജ് ഉണ്ടാക്കി തന്നു.
ഇതൊക്കെ വേറെ ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല കഥകളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഒരു 10 പൈസ പോലും ഇതിൻ്റെ ഒരു ഹോൾ വാടകയായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കാറ്. മറ്റേ വർഗീസ് അച്ചുള്ള സമയത്ത് ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. കഥകളിയൊക്കെ നന്നായി, രാവിലെ കുപ്പി വറക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയും അദ്ദേഹം. കാരണം ചില ആൾക്കാർ ഈ ചില കുപ്പികളൊക്കെ കാറിൽ നിന്നൊക്കെ താഴെ ഇടും, അതിൻ്റെ ഡിക്കിലൊക്കെ ചില കുപ്പികളൊക്കെ ഉണ്ടാവും അത്രേ. അപ്പോൾ അങ്ങനെയാണ് മൂപ്പരൊന്ന് ശകാരിക്കാറുണ്ട് ചിലപ്പോൾ. അതിൽ കവിഞ്ഞ് എല്ലാവിധ സപ്പോർട്ടും നൽകിയത് ബദനി സ്കൂൾ. ഇങ്ങനെ പലതരത്തിലുള്ള സഹായം കൊണ്ടും സപ്പോർട്ട് കൊണ്ടുമാണ് കുന്നംകുളം കഥകളി ക്ലബ്ബ് ഇങ്ങനെ ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 2 കാലിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കുന്നംകുളം കഥകളി ക്ലബ്ബ് എത്തിയിട്ടുണ്ട്. അതിന് ഇനിയും ആൾക്കാരുടെയൊക്കെ എല്ലാ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കഥകളി ക്ലബ്ബായിട്ട് ഇത് ഉയർത്താൻ സാധിക്കും എന്നുള്ള ഒരു സന്തോഷം ഇന്നത്തെ രാവിലത്തെ സെഷനൊക്കെ കണ്ടു നോക്കിയപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ അദ്ദേഹം അവിടെ ഉച്ച ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് പോകാൻ സമയത്ത് എന്നോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതായത് പണ്ട് അമ്പൂര് പറഞ്ഞ പോലെ ഇത്ര നിരീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചു, രാവിലത്തെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ സശ്രദ്ധം കേട്ടു. വളരെ ഇതായിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും പല കഥകളിയിലേക്ക്, അദ്ദേഹം പയ്യന്നൂർ സ്വാമിയുടെ കഥകളി ക്ലബിൻ്റെ പ്രോഗ്രാമിലൊക്കെ പോകുന്ന ആളാണ്. പക്ഷെ ഒരു കഥകളിയെ പറ്റിയിട്ട് ഇത്ര സവിസ്തരം ഉള്ള പ്രഭാഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എം പി നാരായണനും കെ സി നാരായണനും രാജാനന്ദനും ഒക്കെ പറഞ്ഞത്. ഇത് ഞാൻ മുഴുവൻ കേട്ടു, വളരെ സന്തോഷമായി. ഞാൻ ഒട്ടും കുന്നംകുളത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് അങ്ങനെയാണ്. കുന്നംകുളത്തിനെ പറ്റി പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്, ആ കഥകളൊന്നും ഇവിടെ പറയാൻ കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ. എന്തായാലും വളരെയധികം ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്നതിൽ വളരെ ഈ ഒരു ക്ലബ്ബ് നിമിത്തമാവുന്നുവല്ലോ എന്നുള്ളതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഒരിക്കൽ കൂടി ഇതിൻ്റെ അധ്യക്ഷനായി നമ്മളുടെ MLA ശ്രീ AC മൊയ്തീനെ ക്ഷണിക്കുന്നു. ഗോപി വന്ദനം എന്ന രാവിലെ തുടങ്ങിയ ഈ പരിപാടിയുടെ, ഈ സായാഹ്ന പരിപാടിയുടെ ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ MV നാരായണ മാഷെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ AC മൊയ്തീൻ MLA, സ്വാഗതം 2 പ്രാവശ്യമായി ആശംസിച്ച ശ്രീരാമേട്ടൻ, ഇന്ന് വേദിയിലുള്ള ശ്രീ TK വാസു, ശ്രീമതി സീതാ രവീന്ദ്രൻ, പ്രിയപ്പെട്ട അച്ചുവേട്ടൻ, ഇന്ന് നാം എല്ലാവരും ചേർന്ന് ആദരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആസ്വാദകരും, എല്ലാവർക്കും നമസ്കാരം. സ്കൂളിൽ നല്ലപോലെ പണിയെടുക്കാത്ത മാഷന്മാർക്ക് ടൈം ടേബിളിലൊരു കുസൃതി ഒപ്പിക്കാറുണ്ട് ഹെഡ് മാഷുമാർ. അവർ ഒപ്പിട്ടിട്ട് മുങ്ങും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആദ്യത്തെ പീരീഡും കൊടുക്കും, അവസാനത്തെ പീരീഡും കൊടുക്കും. അത്തരത്തിലുള്ള കൈക്രിയാണ് ശ്രീരാമേട്ടൻ എന്നോട് ചെയ്തത്. രാവിലത്തെ യോഗത്തിന് തുടക്കം കുറിച്ചത് ഞാൻ, അവസാനത്തെ യോഗത്തിനും തുടക്കം കുറിക്കുന്നത് ഞാൻ. ചുരുക്കം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോവാതിരിക്കാനുള്ള വളരെ കൃത്യമായ ഒരു സങ്കേതം കണ്ടെത്തി ചിട്ടയോടുകൂടി അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെയൊക്കെ ചിറ്റിപ്പറ്റി ഉണ്ടാവണമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ചിറ്റിപ്പറ്റി ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഞാനിന്ന് രാവിലെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ കുന്നംകുളം കഥകളി ക്ലബ്ബ് ഏറ്റവും ഔചിത്യത്തോടു കൂടി നടത്തുന്ന ഒരു യോഗമാണ് ഇത്. കലാമണ്ഡലം ഗോപിയാശാന് 60-ാം പിറന്നാളിനും 70-ാം പിറന്നാളിനും 84-ാം പിറന്നാളിനും ഇനി വരാനിരിക്കുന്ന പിറന്നാളുകൾക്കുമെല്ലാം ആദരവ് പല ദിക്കിൽ നിന്നും ആസ്വാദകരുടെ പക്ഷത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്തരമൊരു പിറന്നാളോ അത്തരം സവിശേഷമായ ഒരു ദിവസമോ തിരഞ്ഞെടുക്കാതെ ഇദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി തന്നെയായി ഒരു ദിവസം കൽപ്പിച്ച് അത് തീരുമാനിച്ച് അതനുസരിച്ചൊരു ആദരവ് നടത്തുക എന്നത്
എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതിനപ്പുറം പോകുന്ന വിധം കലയെ, കലാകാരനെ ബഹുമാനിക്കലാണ്. അതിന് കുന്നംകുളം കഥകളി ക്ലബിനെ അനുമോദിക്കാതെ നിവൃത്തിയില്ല. കലാമണ്ഡലം ഗോപിയാശാൻ കുന്നംകുളത്തിൻ്റെ സമീപവാസിയാണ്, കോതച്ചിറയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന മുണ്ടൂരും കുന്നംകുളത്തിനടുത്ത് തന്നെയാണ് എന്ന് ശ്രീരാമേട്ടൻ ഒരവകാശവാദം വയ്ക്കുകയുണ്ടായി. കുന്നംകുളം ഇത്തരത്തിൽ വികസിക്കുകയാണെങ്കിൽ അധികം താമസിയാതെ തൃശ്ശൂരും എറണാകുളവും ഒക്കെ കുന്നംകുളത്തിൻ്റെ ഭാഗമാകും എന്ന ഒരാശങ്കയോടെയാണെങ്കിലും അതിൽ ഒരു യുക്തിയുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കാനും നിവൃത്തിയില്ല. ശ്രീരാമേട്ടൻ ഇവിടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ തെല്ല് ഒരു തമാശയും തെല്ല് ചില പൊടിപ്പും തൊങ്ങലും വെച്ച് അദ്ദേഹം പറഞ്ഞതിൽ വലിയ ചില സത്യങ്ങളുണ്ട് എന്ന് നാം മറക്കാതിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും വലിയ ചരിത്രങ്ങൾ എഴുതപ്പെടുമ്പോൾ ചെറിയ ചരിത്രങ്ങൾ അപ്രത്യക്ഷമാകാറുണ്ട്. അത്തരം വലിയ ചരിത്രങ്ങളുടെ നീരാളിപ്പിടുത്തത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന, എഴുതപ്പെടാതെ പോകുന്ന, ഓർമ്മിക്കപ്പെടാതെ പോകുന്ന ചെറിയ അനേകം ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളുടെ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ വി.കെ. ശ്രീരാമൻ ഇന്ന് ഇവിടെ നൽകിയത്. അത് കുന്നംകുളത്തിൻ്റെ ഒരു പ്രാദേശിക ചരിത്രം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ കുന്നംകുളത്തുകാർ തന്നെ ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കേണ്ടതായ ആ ചരിത്രത്തിൻ്റെ ഒരു വീണ്ടെടുപ്പാണ് ഒരർത്ഥത്തിൽ ഈ കഥകളി ക്ലബിലൂടെ ഇവിടെ സാർത്ഥകമാകുന്നത്, ഇവിടെ സാധ്യമാകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീരാമേട്ടൻ സൂചിപ്പിച്ച പോലെ കക്കാട്ട് കാരണവപ്പാടായ വലിയ മണക്കുളം വലിയ കുഞ്ഞുണ്ണി രാജ, അദ്ദേഹം അസാധ്യ സിദ്ധിയുണ്ടായിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു. വായ്പ്പാട്ടും വയലിനും വീണയും അദ്ദേഹത്തിന് സ്വായത്തമായിരുന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു, കഥകളി അറിയുമായിരുന്നു. ഒരർത്ഥത്തിൽ ഒരു സർവകലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം സ്വന്തമായി ഒരു കളിയോഗം കൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു. ആ കളിയോഗത്തിൻ്റെ ഭാഗമായി ഒരു കളരി അന്ന് കക്കാട് മണപ്പാട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ കൊടുങ്ങല്ലൂരെ തമ്പുരാക്കന്മാരെ പോലെ തന്നെ ഇദ്ദേഹവും ഒരു ഘട്ടമെത്തിയപ്പോൾ കഥകളിയുടെ ഭാവി എന്നത് വളരെ സംശയാസ്പദമായൊരു ഘട്ടത്തിലാണ് എന്നും അതിന് അതുവരെ നിലനിന്നിരുന്ന ഒരു പേട്രണേജ് സിസ്റ്റം, ഒരു പുരസ്കരണ സമ്പ്രദായം, ഒരു സംരക്ഷണ സമ്പ്രദായം പ്രധാനമായും ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഭൂപ്രഭുക്കന്മാരും നാടുവാഴികളും നൽകിയിരുന്ന ആ ഒരു സംരക്ഷണം ഇനിയുള്ള കാലത്തേക്ക് സാധ്യമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും, ആലോചിക്കണം, താൻ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. താൻ ഒരു ഭൂപ്രഭുവാണ്, ഒരു നാടുവാഴിയാണ്, ഒരു സാമന്ത രാജാവാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് ഈ കളിയോഗം ഉണ്ടായിരുന്നത് എന്നുള്ളപ്പോൾ ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക സമ്പ്രദായം ഇനി തുടരാൻ സാധ്യതയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ ഫലമായാണ് അദ്ദേഹം സ്വന്തം മരുമകനായ മുകുന്ദരാജാവിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ, അന്ന് വള്ളത്തോള് ഇവിടെ അച്ചുകൂടത്തിൽ ജോലിയെടുക്കുന്നതിൻ്റെ ഭാഗമായി കഴിവതും ദിവസങ്ങളിലെല്ലാം കക്കാട് മണപ്പാട് പോവുകയും അവിടെ കഥകളി കാണുകയും ചെയ്തിരുന്നതിനാൽ, മാത്രമല്ല കവി എന്ന നിലയ്ക്ക് കക്കാട്ട് കാരണവപ്പാടിന് വള്ളത്തോളുമായി വലിയ മമതയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഇത്തരമൊരാശയം, കലാമണ്ഡലം എന്നൊരാശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനകത്തുള്ള വളരെ ഗൗരവമായ ഒരു ധാരണ എന്നത്, അന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായ കലാകാരന്മാർ വെങ്കിടകൃഷ്ണ ഭാഗവതരും കുഞ്ചുക്കുറുപ്പുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കളിയോഗവും ആ കളിയോഗത്തിൻ്റെ പൂർണ്ണമായ കളിക്കോപ്പുകളും എല്ലാം നൽകിക്കൊണ്ട് കേരള കലാമണ്ഡലം ആരംഭിക്കുവാനായിട്ടുള്ള ശ്രമം അദ്ദേഹം ഇവരോട് തുടങ്ങുവാൻ ആവശ്യപ്പെടുന്നു. ഇതിൽ വലിയൊരു തമാശയുണ്ട്. മണക്കുളം മുകുന്ദരാജ എന്ന അദ്ദേഹത്തിൻ്റെ മരുമകൻ, അദ്ദേഹത്തിന് കഥകളി ഇഷ്ടമായിരുന്നില്ല. ശ്രീരാമേട്ടൻ വിഷമിക്കണ്ട, മുകുന്ദരാജാവിനും അതേ കഥകളി ഇഷ്ടമായിരുന്നില്ല. ആദ്യകാലത്ത്
താഴത്ത് കഥകളി നടക്കുമ്പോൾ ഈ കഥകളി കാണാനും അതിൻ്റെ ചെണ്ടകൊട്ട് കേൾക്കാതിരിക്കാനും വേണ്ടി മട്ടുപ്പാവിൽ മുകളിലുള്ള ഒരു കിടപ്പറയിൽ തുണിയൊക്കെ വെച്ച് ജനവാതിൽ കൊട്ടിയടച്ച് അദ്ദേഹം കിടന്നുറങ്ങുമായിരുന്നു. കഥകളി ഇഷ്ടമേ ആയിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം കഥകളിയുടെ ഒരു രക്ഷകനായി മാറി. ശ്രീരാമേട്ടൻ അതിൽ തീർച്ചയായിട്ടും സമാശ്വസിക്കാം. പക്ഷേ അത്തരമുള്ള മുകുന്ദരാജാവ് അദ്ദേഹത്തിൻ്റെ മാതുലനായ കക്കാട്ട് കാരണവപ്പാട് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതോടുകൂടി വള്ളത്തോളിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വലം കൈയായി നിന്നുകൊണ്ട് അതിൽ ഏറ്റവും നിഷ്ണാതനായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടനീളം ഇന്ത്യക്ക് പുറമേയുള്ള ആസ്വാദകരെയും ഇതിനെ സഹായിക്കുന്നവരുമായുള്ള എഴുത്തുകുത്തുകൾ മുഴുവനും നടത്തിയിരുന്നത്, അവരുമായി സമ്പർക്കം പുലർത്തിയിരുന്നത്, കൊച്ചി രാജാവ് മുതൽ ലോകത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആരെയൊക്കെ ബന്ധപ്പെടണമായിരുന്നോ അവരെയൊക്കെ ബന്ധപ്പെട്ടത് മുകുന്ദരാജാവായിരുന്നു. പക്ഷേ വള്ളത്തോൾ തന്നെയാണ് കക്കാട്ട് കാരണവപ്പാട് പറഞ്ഞ പോലെ, വള്ളത്തോൾ താൻ വിചാരിച്ചാൽ ഇത് നടക്കും എന്നാണ് കക്കാട്ട് കാരണവപ്പാട് വള്ളത്തോളിനോട് പറയുന്നത്. അത്ര മമതയോടുകൂടിയാണ് വള്ളത്തോളിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ ഒരു കാര്യം കുന്നംകുളത്ത് നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓർമ്മ കുന്നംകുളത്ത് നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുന്നംകുളത്തുകാരുടെ മാത്രം തെറ്റല്ല, അത് കലാമണ്ഡലം ചരിത്രം എഴുതിയവരുടെ കൂടി തെറ്റാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അവിടെയാണ് ഞാൻ പറയുന്നത്, സ്ഥാപനങ്ങളും വലിയ അധികാര സ്ഥാനങ്ങളും ചരിത്രം എഴുതുമ്പോൾ എഴുതപ്പെടാതെ പോകുന്ന കുറേ ആളുകളുണ്ട്, കുറേ ചരിത്രങ്ങളുണ്ട്, കുറേ ദേശങ്ങളുണ്ട്. അത്തരം ചരിത്രങ്ങളെ വീണ്ടെടുക്കുക എന്നത് അതത് പ്രദേശങ്ങളുടെ ആ പ്രത്യേക താല്പര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തന്നെയായി മാറുന്നു. വിസ്മരിക്കപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട് കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ. ഗോപിയാശാന് നല്ല ഓർമ്മയുണ്ടാവും. കാരണം വള്ളത്തോളിനോടൊപ്പം മുകുന്ദരാജാവിനോടൊപ്പം ഇന്ത്യയുടെ നാനാപ്രദേശങ്ങളിലും നടന്ന് കഥകളി അവതരിപ്പിച്ച് ഉടനീളം വള്ളത്തോളിൻ്റെ വലം കൈയായി പ്രവർത്തിച്ചിരുന്ന ഒരു കഥകളി നടനുണ്ടായിരുന്നു, ഗുരു കുഞ്ചുകുറുപ്പ്. അദ്ദേഹത്തെ ഇന്ന് കലാമണ്ഡലത്തിൻ്റെ ഭാഗമായി എത്ര പേർ ഓർമ്മിക്കുന്നു? വളരെ ഗൗരവമായ ചോദ്യമാണിത്. കുഞ്ചുകുറുപ്പ് കക്കാട്ട് മണപ്പാടിലെ കളിയോഗത്തിൻ്റെ ഭാഗമായിരുന്നു. വള്ളത്തോളിൻ്റെ മുകുന്ദരാജാവും കലാമണ്ഡലം തുടങ്ങുകയും അത് പിന്നീട് അമ്പലപുരത്തേക്ക് മാറുകയും പിന്നെ ചെറുതുരുത്തിയിലേക്ക് മാറുന്ന പിന്നീടൊരു ഘട്ടത്തിലാണ്. ആ കാലത്ത് ഇന്ത്യയുടനീളം കലാമണ്ഡലത്തിൻ്റെ കളികളുമായി നടന്നിരുന്ന സമയത്ത്, എന്തിന് ടാഗോറിൻ്റെ ശാന്തിനികേതനിൽ പോകുന്ന സമയത്തും അന്ന് പ്രധാനപ്പെട്ട നടനായി ഉണ്ടായിരുന്ന കുഞ്ചുകുറുപ്പാണ്. പക്ഷേ ആ കുഞ്ചുകുറുപ്പ് വിസ്മൃതിയിൽ ആണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം ഒരു തെക്കൻ ചിട്ടക്കാരനായിട്ട് തിരസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിസ്മൃതിയുടെ അനേകം അധ്യായങ്ങൾ നമുക്കുണ്ട്. എത്രയോ അടുത്ത കാലത്ത് മാത്രം 1930കളിൽ മാത്രം രൂപീകരിക്കപ്പെട്ട കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ വരെ ഇത്തരമൊരു സാധ്യതയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായും ഇതിൻ്റെ 10 മടങ്ങ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആദ്യം ഇവിടെ കഥകളി ക്ലബ്ബ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെറിയ നീരസമൊക്കെ പറഞ്ഞു. ശ്രീരാമേട്ടനെ ഒന്ന് തോണ്ടാൻ വേണ്ടിയിട്ടാണ്, എന്തപ്പോൾ കുന്നംകുളത്ത് കഥകളി ക്ലബ്ബ് തുടങ്ങിയിട്ട് കാര്യം, എന്നിട്ട് അതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. KADHAKALI എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും കഥകളി എന്ന് എഴുതണമെങ്കിൽ, ഇംഗ്ലീഷ് എഴുതണമെങ്കിൽ KATHA എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു കുന്നംകുളത്തിന് അത് മതി, അങ്ങനെയാണ് വേണ്ടത്. ഒരു വേറിട്ട കുന്നംകുളമാണല്ലോ, അപ്പോൾ ഒരു വേറിട്ട രീതി വേണമെന്നുള്ളത് കാരണം അത് KADHA എന്നാക്കി. എന്തായാലും അത് നന്നായി. കാരണം KATHAKALI എന്നെഴുതിയ പല കഥകളി ക്ലബ്ബുകളും പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ KADHAKALI എന്നെഴുതിയ കുന്നംകുളം കഥകളി ക്ലബ്ബ് ഓരോ ദിവസം ചെല്ലുന്തോറും ഉയർന്നുയർന്നു വരുന്ന കാരണം ആ അക്ഷരപ്പെശക അവിടെ നിൽക്കട്ടെ. അത് തീർച്ചയായും ഒരു അനുഗ്രഹമാണ് എന്ന് പറയാം. ഇനി ഗോപിയാശാൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ ധാരാളം സംസാരിച്ചു ഗോപിയാശാനെക്കുറിച്ച്. പ്രത്യേകിച്ച് ഗോപിയാശാൻ മുമ്പിലിരിക്കുമ്പോൾ അത് സംസാരിക്കാൻ ഒട്ടും എളുപ്പമല്ല. പക്ഷേ ഒരു കാര്യം നിസ്സംശയമായി പറയാവുന്ന ഒന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ മുഴുവനും കലാകാരൻ എന്നൊരാളെ വിശേഷിപ്പിക്കാം എന്നുണ്ടെങ്കിൽ അത് കലാമണ്ഡലം ഗോപിയാശാനാണ്. അതിനിപ്പുറം നിൽക്കുന്നവരോ ആയി നമുക്ക് ആരും തന്നെയില്ല. കാരണം കഥകളി എന്ന നിലയ്ക്ക്
ഒരുപക്ഷെ വളരെ ചെറിയൊരു ജനവിഭാഗത്തിന് മാത്രം അനുഭവവേദ്യമായിരുന്ന, ആസ്വാദ്യവേദ്യമായിരുന്ന ഒരു കഥകളി രൂപത്തെ ഇവിടെ ജനകീയവൽക്കരിക്കുന്നതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഈ ജനകീയവൽക്കരണം എന്നുള്ളത് ജനം ഏതോ നിലയ്ക്ക് താഴേക്കിടയിൽ നിൽക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരാണെന്നും അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ കലയിൽ വെള്ളം ചേർക്കലാണ് ജനകീയവൽക്കരണം എന്നുമുള്ള തെറ്റിദ്ധാരണയാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കാറ്. അതുകൊണ്ട് കഥകളിയെ നമ്മൾ ലളിതമാക്കുക, കഥകളിയുടെ റിഗേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ ഊർജങ്ങൾ കുറച്ചുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ നിന്നും തികച്ചും വിഭിന്നമായി കലാമണ്ഡലം ഗോപിയാശാൻ ചെയ്തിട്ടുള്ളത് വളരെ വ്യത്യസ്തമായൊരു ജനകീയവൽക്കരണമാണ്. ഇന്ന് ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന, ഇന്നത്തെ ആസ്വാദകർക്ക് മനസ്സിൽ തറയ്ക്കാവുന്ന രീതിയിൽ, ഉള്ളിൽ തറയ്ക്കാവുന്ന രീതിയിലുള്ള കഥകളിയുടെ ചിട്ടയായ അഭിനയം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അഭിനയ സംസ്കാരം അരങ്ങത്ത് കൊണ്ടുവന്നതിലൂടെ അദ്ദേഹം കഥകളിക്ക് യാതൊരു ലോപവും സംഭവിക്കാതെ, കഥകളിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ആസ്വാദകർക്ക്, കഥകളി ഇതുവരെ കാണാത്തവർക്ക് പോലുമായ ആസ്വാദകർക്കും അത് സ്വീകാര്യമാക്കി തീർക്കുകയാണ് ചെയ്തത്. കലാമണ്ഡലം ഗോപിയാശാൻ ആ അർത്ഥത്തിൽ കഥകളിയുടെ, കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ സ്വത്താണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ കഥകളി ക്ലബ്ബ് കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. ഒരു ചെറിയ കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഞാനിത് ദീർഘമായിട്ട് രാവിലെ പറഞ്ഞതുകൊണ്ട്. കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്ന എനിക്കൊക്കെ ഗുരുതുല്യനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കലാമണ്ഡലം ഗോപിയാശാന് അദ്ദേഹത്തിൻ്റെ രൗദ്രഭീമൻ എന്ന വേഷം വളരെ പ്രശസ്തമായ, ചെറുപ്പകാലം മുതൽ വളരെ പ്രശസ്തമായ ആ വേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപീകരിച്ചെടുക്കുന്നതിൽ ചെറുതെങ്കിൽ ചെറുതായ ഒരു പങ്ക് വഹിച്ച ആളാണ് കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട്. കലാമണ്ഡലത്തിൽ ദീർഘകാലം ആർട്ട് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുകയും ഒടുവിൽ കിള്ളിമംഗലം എന്ന പേര് പോയി സൂപ്രണ്ട് എന്ന് മാത്രം അറിയുകയും ആര് ചോദിച്ചാലും എല്ലാവർക്കും സൂപ്രണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഗോപിയാശാനെ സ്വന്തം ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വൈകുന്നേരം സന്ധ്യ മയങ്ങുന്ന സമയത്ത് വിളക്ക് കൊളുത്തി വെച്ച് ആ രൗദ്രഭീമൻ്റെ ഭാഗം മഹാഭാരതത്തിൽ നിന്നും വായിച്ച് കേൾപ്പിക്കുകയും അർത്ഥം പറഞ്ഞു കൊടുക്കുകയും അത് ഗോപിയാശാൻ സ്വായത്തമാക്കുകയും അത് ഏതെല്ലാമോ വിധത്തിൽ, അത് സൂപ്രണ്ട് ചെയ്തതല്ല, അത് ഗോപിയാശാൻ ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരു രൗദ്രഭീമൻ്റെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്, ആ ഒരു വിവരണത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു സംസ്കാരത്തെ ഗോപിയാശാൻ അരങ്ങത്ത് വിന്യസിച്ചപ്പോൾ മുൻപൊന്നും കാണാത്ത ഒരു രൗദ്രഭീമനെയാണ് കഥകളിയുടെ അരങ്ങത്ത് കാണാൻ സാധിച്ചത്. ആ സൂപ്രണ്ട് പറഞ്ഞ ഒരു ചെറിയ തമാശയായിട്ടൊരു കാര്യം പറയാം. ഒരു ദിവസം തൃശ്ശൂർ കഥകളി നടക്കുമ്പോൾ ഒരു യുവനടനായിട്ടുള്ളൊരാൾ, പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാലും വിരോധമില്ല, കലാമണ്ഡലം ഷൺമുഖൻ, നല്ല വൃത്തിയായിട്ട് പച്ചവേഷം ചെയ്യാണ്. എനിക്ക് ധർമ്മപുത്രരായിരുന്നു എന്ന് തോന്നുന്നു. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സൂപ്രണ്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട്, ഇയാൾ ഗോപിയെ അനുകരിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ആദ്യ തിരിഞ്ഞ് വീണ്ടും ഷൺമുഖൻ്റെ വേഷം കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദ്യം തിരിഞ്ഞ് നോക്കിയിട്ട്, ഇയാൾ ഗോപിയെ അനുകരിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. കുറച്ചും കൂടി കുറച്ചും കണ്ടു കഴിഞ്ഞിട്ട് സൂപ്രണ്ട് വീണ്ടും തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ല കേട്ടോ, ഗോപി അനുകരിക്കുകയല്ല, അയാൾ ചെയ്യണത് സുന്ദരാകുമ്പോൾ അത് ഗോപിയാണെന്ന് തോന്നുകയാണേ. അരങ്ങത്ത് സുന്ദരമായാൽ, അരങ്ങിൽ സൗന്ദര്യമുണ്ടാകുമ്പോൾ അത് ഗോപിയാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. അരങ്ങിൻ്റെ സൗന്ദര്യത്തിന് ഒന്നുണ്ടെങ്കിൽ അത് കലാമണ്ഡലം ഗോപിയാണ് എന്ന് കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ ആ വാക്കിനപ്പുറം ഒന്നും പറയാനില്ല. നമസ്കാരം. അനിരെ, ബഹുമാനപ്പെട്ട ഗോപിയാശാൻ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പരിപാടിയിലെ ഉദ്ഘാടക ഡോക്ടർ ആർ ബിന്ദു അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം എത്തിച്ചേരും. ശ്രീരാമേട്ടൻ
ഇന്ന് സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരു സമ്പൂർണ്ണ കലാകാരൻ്റെ ആദരണം ഒരുക്കുക വഴി ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടവും ഓർമ്മപ്പെടുത്തലും ആ ചരിത്രത്തെ വീണ്ടെടുക്കാനും കുന്നംകുളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നെന്ന് നാടിന് മുമ്പിൽ അവതരിപ്പിക്കാനും ശ്രമിക്കുകയാണ് ചെയ്തത്. അതിന് ഗോപിയാശാനെ കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നിവിടെ ഈ പരിപാടി കഥകളി ക്ലബ്ബ് സംഘടിപ്പിച്ചത്. കഥകളി ക്ലബിൻ്റെ ആ സ്വോദ്ദേശമായ ലക്ഷ്യത്തോട് അതിനോട് സഹകരിച്ചവരോടും പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുക. ഗോപിയാശാനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കലാപരമായ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാനല്ല പറയേണ്ടത്. നിരവധി ആളുകൾ രാവിലെ ഇവിടെ സംസാരിച്ചു. ഇനിയും സംസാരിക്കാനുള്ളവരുണ്ട്. വരുന്ന മന്ത്രി കഥകളി കൂടി പഠിച്ച ഒരാളാണ് ഡോക്ടർ ബിന്ദു എന്നുള്ളതുകൊണ്ട് അവർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. ഇന്നത്തെ ഈ യോഗത്തിൽ രാവിലെ ഉദ്ഘാടനം നിർവഹിച്ചത് വിഖ്യാത ചലച്ചിത്രകാരനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ്. ഞാൻ ഓർക്കുന്നു 20 വർഷം മുമ്പ് 2004 എൻ്റെ ഓർമ്മ. എറണാകുളത്ത് ചങ്ങമ്പുഴ സ്ക്വയറിൽ വെച്ച് കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർത്താൽ വിസ്മയം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ആദ്യ പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തതും അടൂർ ഗോപാലകൃഷ്ണനാണ്. അന്നാണ് ഞാൻ ഗോപിയാശാനെ അടുത്ത് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് യാത്ര ചെയ്തത്. ഇന്നിപ്പോൾ യാദൃശ്ചികത പോലെ ആ സമ്പൂർണ്ണ കലാകാരൻ്റെ ആദരവിനൊപ്പം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് എന്ന യാദൃച്ഛികത ഞാൻ സാന്ദർഭികമായി ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. കലാമണ്ഡലത്തിൻ്റെ കുന്നംകുളത്തിൻ്റെ ഉത്ഭവവും ചരിത്രവുമെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കുറേയേറെ കഴിയുന്നു ഈ പ്രവർത്തനം വഴി എന്ന് കാണാനാവും. ഇവിടെ നാരായണ മാഷ് ജനകീയമാക്കുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. അതൊരു ഒതുങ്ങി നിന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ ഒതുങ്ങി നിന്നൊരു കലയാണെന്നുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അവസരം കിട്ടാതെ പോയ ഒരു കലയാണ് എന്ന തോന്നലാണ് എൻ്റെ മനസ്സിൽ. അത് ആസ്വദിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാവില്ല, ആസ്വദിക്കാൻ അവകാശം ഇല്ലാതെ പോയ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ കലയാണ് എന്നുള്ളത് കൊണ്ടാകാം അതായത്. പക്ഷേ കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട കലാമണ്ഡലത്തിൻ്റെ പേരിൽ വന്ന ഒരുപാട് കലാകാരന്മാരും കഥകളിയെ ജനകീയമാക്കി വിശ്വോത്തരമാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു എന്നുള്ളതുകൊണ്ട് അതൊരു ജനകീയ കലയായി തന്നെ മാറുക. ചരിത്രത്തെ തമസ്കരിക്കുന്നത് ശ്രീരാമേട്ടൻ വിഷമിച്ചിട്ട് കാര്യമൊന്നുമല്ല. അതൊരു ചരിത്രനീതി തന്നെയാണെന്ന് എൻ്റെ തോന്നൽ. ആധിപത്യമുള്ളവർ ചരിത്രത്തെ എപ്പോഴും വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് അനുകൂലമായ രീതിയിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ആധിപത്യം വഹിക്കുന്നവർ ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് ചരിത്രത്തിലെ ജനകീയ ഇടപെടലുകൾ എന്നുള്ള ആശയം വരുന്നത്. കുന്നംകുളത്തിൻ്റെ ചരിത്രം നമുക്ക് ഏതെങ്കിലും ചീത്തപ്പേരുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ ചരിത്രത്തെ വീണ്ടെടുക്കാൻ ഈ മേഖലയിലുള്ള നമ്മുടെ അറിവുകൾ പ്രയോജനപ്പെടുത്താനും മറ്റു നിരവധി മേഖലകളിലെ നമ്മുടെ കുന്നംകുളത്തിൻ്റെ കഴിവുകളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പലപ്പോഴും എവിടെ നിന്നാണ് വരണമെന്ന് ചോദിച്ചാൽ ഗോപിയാശാൻ്റെ നാട്ടിൽ നിന്നാന്ന് പറയും. അതൊരു അഭിമാനമാണ് നമുക്ക്. അപ്പോൾ അഭിമാനത്തിൻ്റെ ഓരോ മയിൽക്കുറ്റികൾ പോലുള്ള ഒരുപാട് ആളുകൾ കുന്നംകുളത്തിന് നമുക്കുണ്ട്. അവയൊക്കെ പ്രയോജനപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാനാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഗോപിയാശാനെ ഏറെ ഇഷ്ടമാണ്. ഗോപിയാശാൻ്റെ
ഈ പ്രവർത്തനങ്ങളെ വലിപ്പത്തെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്നവരാണ് ഞങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ സേവനം ഈ രംഗത്തുണ്ടാക്കിയ വലിയ മാറ്റം, ഇപ്പോൾ നാരായണ മാഷ് ഇവിടെ പറഞ്ഞല്ലോ, അതുപോലുള്ള വലിയ മാറ്റങ്ങൾ കലയ്ക്കും കഥകളിക്കും കലാമണ്ഡലത്തിനും ഒരുപക്ഷെ ഗോപിയാശാൻ സംഭാവന ചെയ്തിട്ടുണ്ട്. മഹത്തായ ധന്യമായ ആ ജീവിതത്തിൻ്റെ മുമ്പിൽ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ശ്രീമതി സീതാ രവീന്ദ്രൻ ആശംസയർപ്പിച്ച് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ അവർകൾ, ആമുഖ പ്രഭാഷണം നടത്തിയ ഡോക്ടർ MV നാരായണൻ മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച കുന്നംകുളം കഥകളി ക്ലബിൻ്റെ പ്രസിഡൻറ്റും കുന്നംകുളത്തെ സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമൊക്കെയായി കുന്നംകുളത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ രാമേട്ടൻ, വേദിയിലുള്ള SC/ST കമ്മീഷൻ അംഗം ശ്രീ TK വാസു, നമ്മൾ ഇന്ന് ആദരിക്കുന്ന ഏറെ ബഹുമാന്യനായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഗോപി വന്ദനം എന്ന ഈ ചടങ്ങ് കുന്നംകുളത്തിൻ്റെ ചരിത്ര താളുകളിൽ എഴുതപ്പെടുന്ന ഒരു ചരിത്ര കുറിപ്പായി തന്നെ അത് അവശേഷിക്കും. കുന്നംകുളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ശ്രീരാമേട്ടൻ തുടക്കത്തിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ശ്രീരാമേട്ടൻ ഏത് പൊതുപരിപാടിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും എല്ലാം തന്നെ കലാമണ്ഡലത്തിൻ്റെ ആവിർഭാവം കക്കാട് നിന്നാണെന്നും കക്കാട് കാരണവപ്പാടിനെ കുറിച്ചും മുകുന്ദരാജയെക്കുറിച്ചും പറയാതെ ഒരു സംസാരവും ഉണ്ടാകാറില്ല. കുന്നംകുളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരം ആളുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കുന്നംകുളം ഒരു സാംസ്കാരിക നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. കച്ചവടത്തിൻ്റെ കേന്ദ്രമാണ് എന്നിരുന്നാലും അതിനേക്കാൾ ഉപരിയായി കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു നിറകുടമായി തന്നെ തുടക്കത്തിലെ അതിൻ്റെ ആരംഭം കുറിക്കാൻ സാധിച്ച ഒരു നാടാണ്. ഇപ്പോഴും പലപ്പോഴും പലരും കുന്നംകുളത്തെക്കുറിച്ച് പല അപവാദങ്ങളും പറയുന്നുണ്ടെങ്കിലും അതൊന്നും വാസ്തവമല്ല എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത്. കാരണം കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് എഴുത്തുകാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ജീവിച്ചിട്ടുള്ള ഒരു നാടാണ് കുന്നംകുളം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് കഥകളി എന്നത് ഒരു കാലത്ത് ഒരു വിഭാഗം ആളുകൾ മാത്രം ആസ്വദിച്ചിരുന്ന ഒരു കലയാണ്. പക്ഷേ പിന്നീടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകീയവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ ആ കഥയെക്കുറിച്ച് ആദ്യം പറയുകയും പിന്നീട് നമ്മളത് കാണുകയും ചെയ്യുമ്പോൾ ശരിക്കും ആ ശരിയായിട്ടുള്ള കഥകളിയുടെ ആ ശരിയായ കഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ കഥകളി ഒരുപക്ഷെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലാകുന്ന ഘട്ടത്തിലാണ് വളരെ നേരത്തെ തന്നെ ശ്രീരാമേട്ടൻ ഈ കുന്നംകുളം കഥകളി ക്ലബ്ബ് രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കഥകളി നടത്തുകയും ചെയ്യുന്നത്. ഇന്ന് ഒരുപക്ഷെ ശ്രീരാമേട്ടനും അതിൻ്റെ മറ്റ് ഭാരവാഹികളും അതിനൊരു തുടക്കം കുറിക്കുകയും അത് നടത്തുകയും ചെയ്തില്ലെങ്കിൽ കുന്നംകുളത്ത് കഥകളി എന്ന ഒരു കല അസ്തമിച്ചു പോയേനെ. എന്തായാലും ഇത്തരത്തിൽ കുന്നംകുളത്തിൻ്റെ ആ ചരിത്രം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ കഥകളിയും മറ്റ് കലാരൂപങ്ങളും എല്ലാം തന്നെ തുടർച്ചയായി ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള കുന്നംകുളത്ത് അത് തുടർച്ചയായി നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഇവിടുത്തെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുന്നംകുളം കഥകളി ക്ലബിൻ്റെയും മറ്റ് പല സംഘടനകളും കുന്നംകുളം പൗരാവലിയും ഒന്നിച്ചു ചേർന്നാണ് ഇന്ന് നമ്മുടെ ആദരിക്കപ്പെടുന്ന പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ എനിക്ക് മുൻപ് ഇവിടെ പലരും സൂചിപ്പിച്ചതാണ്. മലയാള നാട്ടിൽ മലയാളികളുടെ ആദരണീയനായി മാറിയിരിക്കുകയാണ്, ആദർശധീരനും കൂടിയാണ് എന്നുള്ളത് നമുക്ക് അല്പം മുമ്പ് നമുക്ക് വളരെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
സ്വന്തം കഴിവിനെ അതിനെ അംഗീകരിക്കപ്പെടാൻ ആർക്കും അത് അംഗീകരിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല. ആ കഴിവ് എന്നും അംഗീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഗോപിയാശാന് കുന്നംകുളം നഗരസഭയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഗോപിവന്ദനം ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ച കുന്നംകുളം കഥകളി ക്ലബിനോടും ഹൃദ്യമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആശംസകൾ നേരുന്നു. കലാമണ്ഡലത്തിൻ്റെ മുൻ നിർവാഹക സമിതി അംഗവും ഇപ്പോൾ SC/ST കമ്മീഷൻ അംഗവുമായിട്ടുള്ള സഖാവ് ടി കെ വാസു സംസാരിക്കും. ആദരണീയനായിട്ടുള്ള ഗോപിയാശാൻ, വേദിയിലെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ അവർകൾ, വേദിയിലെ സീതേച്ചി, നാരായണ മാസ്റ്റർ, ശ്രീരാമേട്ടൻ, അച്ചുവാശാൻ, അതുപോലെ സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, കുന്നംകുളം എന്നുള്ളത് ഇവിടെ കലയുടെ കേന്ദ്രമാണ് എന്ന് വളരെ ആവേശത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന വിശദീകരണങ്ങൾ ഇവിടെ ശ്രീരാമേട്ടൻ ഏത് യോഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ കുന്നംകുളം എന്നുള്ളത് കലയുടെ നാടാണ് എന്ന് ഓർമ്മിക്കാനും ആ കലാ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തുന്നതിനു വേണ്ടി പുതിയ കാലത്ത് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കുന്നംകുളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള കലാ സംഘടനകളെ രൂപപ്പെടുത്താനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും വേണ്ടി ശ്രീരാമേട്ടൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീരാമേട്ടൻ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതോടെ സർവതല സ്പർശിയായ പ്രവർത്തനങ്ങൾക്ക് കുന്നംകുളത്തെ പൗരാവലിക്ക് ആകുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ നാരായണ മാഷ് ഇവിടെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ കുന്നംകുളത്തിൻ്റെ സമീപ പ്രദേശം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അതിരുകളില്ലാത്ത ഒരിടമായി കുന്നംകുളം മാറുന്ന അവസ്ഥയിലേക്ക് വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ സദസ്സ് തന്നെയാണ്. ഈ സദസ്സിലുള്ളവർ കുന്നംകുളം എന്ന പ്രദേശത്തുള്ളവർ മാത്രമല്ല. ഇന്ന് കുന്നംകുളത്തിൻ്റെ ഒരു സമീപത്തോ കുറേയേറെ അകലെയോ ഉള്ളവർ കൂടി ഈ സദസ്സിലുണ്ട്. അങ്ങനെ അവരെ ആകർഷിക്കാനാകുന്ന ഒരു ഇടമായി പുതിയ കുന്നംകുളം മാറുന്നുണ്ട് എന്നത് ഏറെ ആഹ്ലാദകരമാണ്. കുന്നംകുളത്തിൻ്റെ കലാപാരമ്പര്യത്തിൽ മാത്രമല്ല, വർത്തമാനകാല കലാപ്രവർത്തനങ്ങളിലും വലിയ സാന്നിധ്യവും സഹകരണവും നേതൃത്വവും പുലർത്താൻ കുന്നംകുളത്തുകാർക്ക് ആകുന്നുണ്ട് എന്ന് വളരെ ചെറിയ കാലത്തെ തന്നെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ഞാൻ ദീർഘമായിട്ടുള്ള സംസാരം നടത്താനല്ല. 2016 MLA ആയി ശ്രീ AC മൊയ്തീൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കുന്നംകുളത്തിൻ്റെ കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നടത്തി. ആ ആലോചനയിൽ സർവ വിഭാഗം വ്യക്തികളും പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് നിലാവെട്ടം എന്ന് പറയുന്ന ഒരു പുതിയ പ്രവർത്തനത്തിന് കുന്നംകുളം നേതൃത്വം വഹിക്കുന്നത്. ഒരുപക്ഷെ കഥകളി കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുണ്ടായ ഒരു കഥകളി അവതരണം ഒരുപക്ഷെ കുന്നംകുളത്തെ സീനിയർ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഈ പരിപാടിയിൽ ഭാഗമായിട്ടുള്ള കഥകളി ആയിരിക്കും എന്ന് ഞാൻ കരുതാം. വ്യത്യസ്തമായിട്ടുള്ള ഉള്ളവരുണ്ടാകാം, പറയാം, വേറെ പ്രശ്നമില്ല. പക്ഷേ 1000-ലേറെ വരുന്നവർ ഒരു കഥകളി കാണാൻ അവിടെ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതെല്ലാവർക്കും കഥകളി മനസ്സിലായോ എന്ന ഒരു ചോദ്യം പിന്നീട് ചോദിക്കാം. അത് എല്ലാവർക്കും മനസ്സിലായിട്ടല്ല. പക്ഷേ കലാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനോടുള്ള പിന്തുണ നൽകാൻ കുന്നംകുളത്തുകാർക്കാകുന്നുണ്ട്
എന്നതിൻ്റെ സൂചനയായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പരിപാടി നടത്തുകയുണ്ടായി. ഈ നിലാവട്ടം മാത്രമല്ല, കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സരസ് മേള കുന്നംകുളത്ത് നടത്തും. കലാപ്രവർത്തനങ്ങൾക്ക് അത് കാണാൻ, ആസ്വദിക്കാൻ എല്ലാ വിഭാഗവും എല്ലാ ദിവസവും വരികയായിരുന്നു. 10-12 ദിവസം നീണ്ടു നിന്ന ഈ പരിപാടികളാണ് ഈ പരിപാടികളെല്ലാം. അങ്ങനെ ആ പരിപാടികളിലെല്ലാം ആൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ കഥകളിയെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപത്തിന് കുന്നംകുളത്ത് ആസ്വാദകരുണ്ടാക്കുകയും അത് കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ആലോചനയിൽ നിന്നാണ് നേരത്തെ ശ്രീരാമേട്ടൻ പറഞ്ഞതുപോലെ കഥകളി ക്ലബ്ബ് രൂപപ്പെടുന്നത്. ആ കഥകളി ക്ലബ്ബ് രൂപപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല മികച്ച ഇടപെടൽ നടത്താൻ കഥകളി ക്ലബിന് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ കഥകളി ക്ലബ്ബുകൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുന്നംകുളത്തിൻ്റെ കഥകളി ക്ലബിന് കൂടി സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ മുഖ്യമായിട്ടുള്ള രംഗത്ത് കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത് കേരളമാകെ അറിയപ്പെടുന്ന ഒരു കഥകളി കേന്ദ്രമായി കുന്നംകുളം ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നതും തർക്കമില്ലാത്ത കാര്യമായിരിക്കും. രാജാനന്ദൻ സാറൊക്കെ പറയുമ്പോൾ കുന്നംകുളത്തിന് ഇപ്പോൾ കുന്നംകുളത്തിൻ്റെ ആളായി മാറിയതുകൊണ്ട് ഇനി കുന്നംകുളത്തിൻ്റെ മഹത്വവും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുവരെ കുന്നംകുളത്തിൻ്റെ കഥകളിയെ സംബന്ധിച്ചുള്ളൊരു പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഇതില്ല. പക്ഷേ ഇപ്പോൾ ആ രീതിയിൽ കഥകളിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള കലാമണ്ഡലം രൂപപ്പെട്ട കേന്ദ്രമാണ് കുന്നംകുളമെങ്കിലും കുന്നംകുളത്തിനെ സംബന്ധിച്ച് പറയാതിരുന്നത് ഇനി പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത തരത്തിലേക്ക് കുന്നംകുളം കഥകളി മേഖലയിൽ വളർന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. ഞാൻ വിശദമായിട്ട് കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ കഥകളി ക്ലബ്ബ് നേതൃത്വം നൽകിക്കൊണ്ടാണ് സമാദരണീയനായിട്ടുള്ള ഗോപിയാശാനെ ആദരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. നമ്മൾ പലപ്പോഴും നിരവധിയായിട്ടുള്ള ആദര സമ്മേളനങ്ങൾ കാണുന്നുണ്ട്. ആ ആദര സമ്മേളനങ്ങളിൽ നിന്ന് കുറേയേറെ വിഭിന്നമായ ഒരു ആദര സമ്മേളനമായി ഈ ആദര സമ്മേളനത്തെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഇത് ഇങ്ങനെ അവതരിപ്പിക്കാനാവുന്നു. ഇങ്ങനെ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ദിവസമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നു. ഗോപിയാശാനെ അങ്ങനെ ആദരിക്കേണ്ടതാണ് എന്ന് ആദരവ് ഇത്രമാത്രം നേടിയെടുത്ത ഒരാൾ വേറെ ഉണ്ടാകാനിടയില്ല. പക്ഷേ കുന്നംകുളത്തുകാർ അങ്ങനെ ആദരിക്കാൻ, ഗോപിയാശാനെ ആദരിക്കുമ്പോൾ സ്വയം വലിയവരായി കുന്നംകുളത്തുകാർ മാറുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആദരവ് സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. ഗോപിയാശാനെക്കുറിച്ച് ഇവിടെ അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തെക്കുറിച്ചൊന്നും തന്നെ പറയാൻ ഞാൻ ശക്തനല്ല. അതെല്ലാം ഈ ആദര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും അക്കാദമിക്കായിട്ടുള്ള ഒരു സംവാദം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതൊരു ഡെമോൺസ്ട്രേഷനായി. കല എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഗോപിയാശാൻ്റെ വ്യത്യസ്തതകളെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെയുള്ള ഈ ഡെമോൺസ്ട്രേഷനിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വിശദീകരണങ്ങളും നൽകുകയുണ്ടായി. ഗോപിയാശാനെ വലിയ ആദരവോടുകൂടി മാത്രമാണ് എൻ്റെ ചെറുപ്പത്തിലും ഞാൻ കാണാൻ വേണ്ടി തയ്യാറായത്. അതിന് ഗോപിയാശാൻ്റെ കളി കണ്ടിട്ടല്ല, ഗോപിയാശാനെ കുറിച്ചിട്ടുള്ള അറിവ് കൊണ്ടാണ്, അറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ഒരു വലിയ ആദരവോടെ ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ഭയത്തോടു കൂടിയാണ് ഞാൻ ഗോപിയാശാനെ എന്നും കണ്ടിരുന്നത്. എന്നാൽ ഈ ആദരവെല്ലാം നിൽക്കുമ്പോൾ, ആദരവിൻ്റെ ഭാഗമായി ബഹുമാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന ഭയമില്ലാതെയായി മാറി എന്ന് പറയുമ്പോൾ ആദരവില്ലാതെയല്ല, ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഭയമില്ലാത്ത ഇടത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് കലാമണ്ഡലത്തിൻ്റെ ഒരു ഭരണസമിതി അംഗമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം. അപ്പോൾ അവിടെയാണ് ഒരു കലാകാരൻ എന്നതിൻ്റെ ഭാഗമായി ഒരു ഭരണാധികാരി എന്ന നിലയിൽ എങ്ങനെയാണ് ഗോപിയാശാൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്. കലാമണ്ഡലത്തിൻ്റെ ഭരണപ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായ 7 വർഷക്കാലമുണ്ട്. വലിയ മാറ്റങ്ങൾ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അത് വിശദീകരിക്കേണ്ട ഒരു ഇടമല്ല ഈ ഇടം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആ കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല.
പക്ഷേ ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നേരത്തെ ഇവിടെ അക്കാദമിക് പണ്ഡിതന്മാർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കഥകളിയുടെ ചിട്ടകളെ മാറ്റിത്തീർത്ത, കഥകളിയെ വിപുലീകരിച്ച, ചിട്ടകൾ സൃഷ്ടിച്ച കലാകാരനാണ് ഗോപിയാശാൻ എന്ന് പറയുകയുണ്ടായി. അത് ചിട്ടകളെ സൂക്ഷ്മം നിരീക്ഷിക്കുകയും തുടരുകയും മാത്രമല്ല, കഥകളിയെ വിപുലീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ചിട്ടകളെ പുതിയതായി സൃഷ്ടിക്കേണ്ടത്, അതിൻ്റെ എല്ലാ കഥകളിയുടെ ചിട്ടവട്ടങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയല്ല, അതിനെ വിപുലീകരിക്കുകയും കഥകളിയെ കൂടുതൽ ജനകീയമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തയ്യാറായത് എന്ന് പറയണ്ടേ. അത് കഥകളിയുടെ രംഗത്താണെങ്കിൽ കഥകളിയെ തന്നെ കലാമണ്ഡലത്തിൻ്റെ പെൺകുട്ടികൾക്ക് കഥകളി പഠനം അന്യമായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കഥകളി അഭ്യസിച്ച സ്ത്രീ തന്നെ ഏറെ നേരത്തെ ശ്രീ നാരായണ മാസ്റ്റർ ഭാര്യയും കൂടി ഇവിടെ ഉണ്ട്. കഥകളി പഠനം നടത്തിയിട്ട് നിരവധി വേദികളിൽ കഥകളി അവതരിപ്പിച്ച ആളാണ്. പക്ഷെ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ പെൺകുട്ടികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം അവസാന വാക്ക് അത് ഗോപിയാശാൻ്റെ ആണ് എന്നുള്ളത് കൊണ്ട് ഗോപിയാശാൻ പറഞ്ഞു, പെൺകുട്ടികൾക്കാണ് കഥകളി പഠിക്കാൻ, പെൺകുട്ടികൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ പെൺകുട്ടികൾക്ക് കൂടി അനുമതി നൽകണം എന്നാവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് ആ ഭരണസമിതി കഥകളിയിൽ പെൺകുട്ടികൾക്ക് കൂടി അവിടെ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. മറ്റൊരു കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളതാണ്, മോഹിനിയാട്ടം പഠിക്കാൻ അത് ആൺകുട്ടികൾക്ക് പറ്റുമോ, മോഹിനികൾ ആടേണ്ടതല്ലേ? അതിൻ്റെ തർക്കം, വലിയ ചർച്ചാ സംവാദങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതാണ്. അതിന് വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. അവിടെ ഇപ്പോൾ രാജാനന്ദം മാഷും അടക്കമുള്ളവർ ഉള്ള ഭരണസമിതിയിൽ ഗോപിയാശാൻ്റെ നിർദ്ദേശത്തിനെ തുടർന്ന് തന്നെ അവിടെ മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ പുരുഷനു കൂടി നിയമനം അഡ്മിഷൻ നൽകാൻ ഇന്ന് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കേണ്ട കലാരംഗത്തെ വിപുലീകരണത്തിന് വേണ്ടി എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ എനിക്ക് വിശദീകരിക്കാൻ വേണ്ടി കഴിയും. ഞാൻ അതിൻ്റെ സംസാരം ദീർഘമായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. ഗോപിയാശാനെ സംബന്ധിച്ചുള്ള ഏറ്റവും സ്നേഹത്തോടു കൂടി ഇടപെടും. എപ്പോഴും പറയാറുള്ളത്, ഗോപിയാശാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചകലെ നിന്നിട്ടാണ് എല്ലാവരും സംസാരിക്കുക. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഗോപിയാശാൻ അങ്ങനെ കയർത്ത് സംസാരിച്ചതായിട്ട് അപ്പോൾ എനിക്ക് അനുഭവമില്ല. ശിഷ്യന്മാരെല്ലാവരും കുറച്ചകലെ നിന്ന് ഭയത്തോടെയാണ് അദ്ദേഹത്തെ സമീപിക്കാറുള്ളതെങ്കിൽ ഉള്ളിൽ ആദരവോടെ അദ്ദേഹത്തെ ഞാൻ സമീപിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും കയർത്ത് സംസാരിക്കുകയോ ദേഷ്യത്തോടു കൂടി ഒന്ന് മുഖം കാണിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അഭിനയ മികവിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃക അദ്ദേഹമാണെങ്കിൽ എന്നോട് കാണിച്ചത് അഭിനയമല്ല എന്ന് എനിക്ക് നല്ല ബോധ്യം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ കലാമണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു 4 പതിറ്റാണ്ട് ഏറെ കലാമണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഈ ജീവിതത്തിലെ ഏറെ വലിയ കാലം കേരളത്തിലെ കലയുടെ കഥകളിയുടെ വിപുലീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗോപിയാശാന് ഏറെ തല താഴ്ത്തി നിർത്തിക്കൊണ്ട് ഞാൻ ആദരവ് പ്രകടിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീമാൻ ടി.കെ. അച്യുതൻ, കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തെ സംസാരിക്കാം. വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവർക്കും നമസ്കാരം. ഗോപിയാശാന് ഒരു സാഷ്ടാംഗ നമസ്കാരം. ഞാൻ കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഈ ക്ലബിൻ്റെ ഒരു മെമ്പറും കൂടിയാണ് ഞാൻ. ഇവിടെ പ്രസംഗിക്കാൻ വന്നതല്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ കാണിപ്പയ്യൂർ കുട്ടനും കുഴിക്കാട് പ്രദീപൊക്കെ അഭ്യർത്ഥിച്ച കാരണം 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഈ ചൂട് കാലത്ത് ഇവിടെ വന്ന് 10 മണിക്കൂറൊക്കെ ഇരിക്കണം. രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ഇരിക്കണമെന്നൊക്കെ സംശയിച്ചതാണ്. പക്ഷേ രാവിലെ വന്നില്ലെങ്കിൽ വലിയ നഷ്ടമായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. രാവിലെ നാം കേട്ടത് അതിപ്രഗത്ഭമായ 3 പ്രഭാഷണങ്ങളാണ്.
സത്യം പറഞ്ഞ പ്രഭാഷണങ്ങളല്ല, 3 ഗംഭീര അനാലിസിസാണ്. ഗോപിയാശാൻ കഥകളിക്ക് വേണ്ടി എന്ത് ചെയ്തു, നമ്മുടെ കഥകളി കാഴ്ചയെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു, കഥകളുടെ ഭാവിയെ എത്രത്തോളം റീഡയറക്റ്റ് ചെയ്തു എന്നതിലേക്കുള്ളൊരു സ്റ്റഡിയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ട 3 പ്രഭാഷണങ്ങളും. ഉച്ചയ്ക്ക് പോസ്റ്റ് ലഞ്ച് സെഷനിൽ നടന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അത് എനിക്ക് പീശപ്പള്ളി രാജീവനോ ആദിത്യനോ ശ്രമിച്ചത് ഗോപിയാശാൻ കാണിച്ചത് അതേപടി ഇവിടെ പകർത്താനാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗോപിയാശാൻ്റെ ചെയ്ത കാര്യങ്ങളിലേക്ക് ഒരു പോയിൻ്റർ എന്ന നിലയ്ക്ക്, ഒരു സ്റ്റഡിയുടെ, ഒരു അനാലിസിസിൻ്റെ, ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ തുടക്കം എന്ന് മാത്രമാണ്. അത് കാരണം തന്നെ അതൊരു അപൂർണമായിട്ട് എനിക്ക് തോന്നി. ഇനിയും ഇതിലേറെ ചെയ്യാനുണ്ട്. ഇത് ഡോക്യുമെൻറ്റേഷൻ പൂർത്തീകരിക്കണം. ഇത് ഈ കുന്നംകുളം ക്ലബ് ഇതിനെ ലീഡർഷിപ്പ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു നഷ്ടബോധം കൂടി ഉണ്ടായി. കെ.സി. നാരായണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, കെ.സി. നാരായണൻ എനിക്ക് തോന്നുന്നു എന്നേക്ക് ഒരു 4-5 വയസ്സ് ജൂനിയറാവും. അദ്ദേഹം കളി കണ്ട് തുടങ്ങുന്ന ഏകദേശം 2 വർഷം മുമ്പാവും ഞാനും ധാരാളം കളിയെ കാണാൻ തുടങ്ങി. പക്ഷേ ദുർഭാഗ്യവശാൽ എനിക്ക് കേരളം വിടേണ്ടി വന്നു. പിന്നൊരു 10 വർഷം മുമ്പാണ് ഞാൻ കേരളത്തിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഗോപിയാശാൻ്റെയും അങ്ങനെ പലരുടെയും പല അരങ്ങുകളും മിസ്സായിട്ടുണ്ട്. വല്ലപ്പോഴും ഹോളിഡേക്ക് വരുമ്പോൾ ഒന്ന് കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മിസ്സായവർക്കെല്ലാം വേണ്ടി ഇതെല്ലാം ഒരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണ്. പിന്നെ ഒരു സൗഭാഗ്യം, ഒരു 6-7 വർഷം മുമ്പ് ഞാൻ ഗോപിയാശാൻ സിംഗപ്പൂർ പരിപാടി ഓർഗനൈസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഗോപിയാശാൻ മാത്രമല്ല, ചേച്ചി ഉണ്ടായിരുന്നു അന്ന് കൂടെ. ഒരു 3-4 ദിവസം അവിടെ പോയി 2 കഥകളി നടത്തി. അതുപോലെ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത കുന്നംകുളം ക്ലബിന് എൻ്റെ ആശംസകൾ. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗോപിയാശാന് വീണ്ടും നമസ്കാരം, നന്ദി. ബഹുമാനായ സഖാവ് എ.സി. മൊയ്തീൻ, ശ്രീ ടി.കെ. വാസുദേവൻ, ശ്രീ എം.വി. നാരായണൻ ഉൾപ്പെടെ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ, മൂന്നാമതും ഈ ഗോപി വന്ദനത്തിൻ്റെ ഭാഗമായി വേദിയിൽ വന്നു നിൽക്കാൻ സന്ദർഭം സിദ്ധിച്ചതിലുള്ള സന്തോഷവും നന്ദിയും പറയുന്നു. 2 തവണകളായി കയറി പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുന്നംകുളം ക്ലബ്ബിൽ പല സന്ദർഭങ്ങളിലായി വരാൻ കഴിഞ്ഞതൊക്കെയും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായിരുന്നു. ഇന്നിപ്പോൾ തൊട്ട് മുമ്പ് ടി.കെ. പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോപിയാശാൻ മഹാശുണ്ഠിക്കാരനാണെന്ന്. ആ ശുണ്ഠിയെ കാലേന ശിരേന ആ ശുണ്ഠിയെ നമ്മൾ പ്രണയിക്കാൻ തുടങ്ങുന്നു എന്നതാണ് എനിക്ക് ഒന്ന് എടുത്തു പറയാൻ മോഹം തോന്നുന്നൊരു കാര്യം. ശുണ്ഠിക്കാരനാണ്. ആ ശുണ്ഠി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആട്ടത്തിനകത്തും എന്താ പറയുക, ഒരു വളച്ചുകെട്ടില്ലാത്ത വളരെ ആർജവമേറിയ ജീവിത പ്രകൃതിക്കതൊക്കെ ഉള്ളടങ്ങുന്നത് ഒരേ മൗലിക സ്വഭാവ സവിശേഷതകളാണ്. പതിഞ്ഞ കാലപ്രമാണത്തിൽ ആട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്താണ് ഈ കയ്യ്, സുന്ദരിയായ ഭൈമിയെ പരിണയം ചെയ്ത ഈ കയ്യ്, അങ്ങനെ ദീർഘമായിട്ട് ഈ കയ്യെ പറ്റി പറഞ്ഞ് വേറൊരു രാജാവിൻ്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവളാക്ക് പാചകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട കയ്യിനെക്കുറിച്ച് പറയുന്നത്. ഇത് സംസാരത്തിനിടയിലും വരും. മാധവൻകുട്ടി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആര്യവിശാലിലെ ഉത്സവത്തിന് നിങ്ങളെക്കുറിച്ച് ഇത് ശരിയായില്ല എന്ന് കുറേ കാര്യങ്ങളുടെ ഇടയിൽ പറഞ്ഞ് ഊണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് സമാപിക്കുന്ന രീതിയിലൊരു ഭാഷണ ശൈലി. ഇതാണ് ആ ശുണ്ഠിയുടെ പ്രകൃതി. കളി ഏൽക്കുമ്പോൾ ഗോപിയാശാൻ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ 4 മണിക്ക് എത്തും, 3:30 കോപ്പെത്തണം, 5:15 ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഇരിക്കുന്ന സ്ഥലത്ത് ഫാൻ സൗകര്യം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ആദ്യം പറയും. അതുമുതൽ സംഘാടകരുടെ ഭാഗത്ത് ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല.
4 മണിക്ക് അദ്ദേഹം എത്തും, കോപ്പ എത്തിയിട്ടുണ്ടാവില്ല. കോപ്പ എത്തിയാൽ ചുട്ടിക്കാരൻ എത്തിയിട്ടുണ്ടാവില്ല. തേക്കാനിരിക്കുന്ന സ്ഥലത്ത് വെളിച്ചമുണ്ടാവില്ല, ഒരു കസേര ഉണ്ടാവില്ല, സമയത്തിന് ചായ ഉണ്ടാവില്ല. ചുണ്ടി പിടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കമ്മിറ്റിക്കാർ, ഞാൻ ഉൾപ്പെടുന്നവർ, വേണ്ടത്ര ഒരുക്കി കൊടുക്കും. അരങ്ങത്തെത്തുന്നതിന് മുമ്പ് ഒരു കടലാണ് മനസ്സിൽ. ഇതെനിക്ക് ബോധ്യപ്പെട്ടതാണ്. എൻ്റെ ഇന്നത്തെ അവതരണത്തെ പരമാവധി നന്നാക്കാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ല. ഒരു ശുണ്ഠി അതങ്ങോട്ട് വരികയാണ്. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത്, വേഷം കഴിഞ്ഞ് നല്ല ബാഹുവനാവും അല്ലെങ്കിൽ കാലകേത അർജുനാവും, ആ ക്ഷീണത്തോടു കൂടി അണിയറയിലിരുന്നത് തുടക്കുകയും കിരീട കഴിച്ചു വെച്ച് വിശ്രമിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ചെല്ലാമോ എന്ന് സംശയം തോന്നും. ഒരു കുഴപ്പമില്ല, ശാന്തമായ മനസ്സ്, എല്ലാ ശുണ്ഠികളും അവസാനിച്ച് എന്തും സംസാരിക്കുകയും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വേഷം കഴിയുന്നതോടുകൂടി ഗോപിയാശാൻ എത്തുന്നു. അപ്പോൾ നേരത്തെ കണ്ട ശുണ്ഠിയുടെ പശ്ചാത്തലത്തിൽ എരമ്പുന്ന മനസ്സിൻ്റെ ഒരു കടലിൻ്റെ ഒരു പ്രത്യക്ഷമായി നമുക്ക് ആ ദേഷ്യത്തെ പോലും വ്യവച്ഛേദിച്ച് വിശകലനം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അരങ്ങത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ തീവ്രതയെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വ ബോധവും അത് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ത്വരയുടെയോ അത്യുത്സാഹത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ പ്രതിബദ്ധതയുടെയോ ഒക്കെ ഒരു നിദർശനമായി ആ ശുണ്ഠി എന്നതിൻ്റെ ആ വ്യാപ്തി. അതാ ഞാൻ പറഞ്ഞേ, ആ ശുണ്ഠിയെ നമുക്ക് പ്രണയിക്കാൻ തോന്നുന്ന രീതിയിൽ ഒരു കലാകാരൻ സൂക്ഷിക്കേണ്ട ആ ശുണ്ഠി അത് അരങ്ങിനോടുള്ള പ്രതിബദ്ധതയുടെയോ ബാധ്യതയുടെയോ ഉത്തരവാദിത്വത്തിൻ്റെയോ കൂടി ഒരു സൂചകമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹം ബിന്ദു മന്ത്രിയും എത്തിയിരിക്കുന്നു. ആ പ്രമുഖമായ പഠനാർഹമായ പ്രഭാഷണത്തിന് വേണ്ടി കാതോർക്കാൻ ഞാൻ വേദി മാറുന്നു. ഒരിക്കൽ കൂടി വരാൻ സന്ദർഭം സിദ്ധിച്ചതിലുള്ള സന്തോഷവും ഗോപിയാശാന് സാഷ്ടാംഗ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ സഖാവ് എ സി മൊയ്തീൻ, ശ്രീ ടി കെ വാസുദേവൻ, ശ്രീ എം ബി നാരായണൻ ഉൾപ്പെടെ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ, മൂന്നാമതും ഈ ഗോപി വന്ദനത്തിൻ്റെ ഭാഗമായി വേദിയിൽ വന്നു നിൽക്കാൻ സന്ദർഭം സിദ്ധിച്ചതിലുള്ള സന്തോഷവും നന്ദിയും പറയുന്നു. 2 തവണകളായി കയറി പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുന്നംകുളം ക്ലബ്ബിൽ പല സന്ദർഭങ്ങളിലായി വരാൻ കഴിഞ്ഞതൊക്കെയും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായിരുന്നു. ഇന്നിപ്പോൾ തൊട്ട് മുമ്പ് ടി കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോപിയാശാൻ മഹാശുണ്ഠിക്കാരനാണെന്ന്. ആ ശുണ്ഠിയെ കാലേന ശിരേന ആ ശുണ്ഠിയെ നമ്മൾ പ്രണയിക്കാൻ തുടങ്ങുന്നു എന്നതാണ് എനിക്ക് ഒന്ന് എടുത്തു പറയാൻ മോഹം തോന്നുന്നൊരു കാര്യം. ശുണ്ഠിക്കാരനാണ്. ആ ശുണ്ഠി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആട്ടത്തിനകത്തും എന്താ പറയുക, ഒരു വളച്ചുകെട്ടില്ലാത്ത വളരെ ആർജവമേറിയ ജീവിത പ്രകൃതിക്കതൊക്കെ ഉള്ളടങ്ങുന്നത് ഒരേ മൗലിക സ്വഭാവ സവിശേഷതകളാണ്. പതിഞ്ഞ കാലപ്രമാണത്തിൽ ആട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്താണ് ഈ കയ്യ്, സുന്ദരിയായ ഭൈമിയെ പരിണയം ചെയ്ത ഈ കയ്യ്, അങ്ങനെ ദീർഘമായിട്ട് ഈ കയ്യെ പറ്റി പറഞ്ഞ് വേറൊരു രാജാവിൻ്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവളാക്ക് പാചകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട കയ്യിനെക്കുറിച്ച് പറയുന്നത്. ഇത് സംസാരത്തിനിടയിലും വരും. മാധവൻകുട്ടി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആര്യവിശാലിലെ ഉത്സവത്തിന് നിങ്ങളെക്കുറിച്ച് ഇത് ശരിയായില്ല എന്ന് കുറേ കാര്യങ്ങൾ ഇടയിൽ പറഞ്ഞ് ഊണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് സമാപിക്കുന്ന രീതിയിലൊരു ഭാഷണ ശൈലി. ഇതാണ് ആ ശുണ്ഠിയുടെ പ്രകൃതി. കളി ഏൽക്കുമ്പോൾ ഗോപിയാശാൻ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ 4 മണിക്ക് എത്തും, 3:30
കോപ്പെത്തണം, 5:15 ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഇരിക്കുന്ന സ്ഥലത്ത് ഫാൻ സൗകര്യം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ആദ്യം പറയും. അതുമുതൽ സംഘാടകരുടെ ഭാഗത്ത് ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല. 4 മണിക്ക് അദ്ദേഹം എത്തും, കോപ്പ എത്തിയിട്ടുണ്ടാവില്ല. കോപ്പ എത്തിയാൽ ചുട്ടിക്കാരൻ എത്തിയിട്ടുണ്ടാവില്ല. തേക്കാനിരിക്കുന്ന സ്ഥലത്ത് വെളിച്ചമുണ്ടാവില്ല, ഒരു കസേര ഉണ്ടാവില്ല, സമയത്തിന് ചായ ഉണ്ടാവില്ല. ചുണ്ടി പിടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കമ്മിറ്റിക്കാർ, ഞാൻ ഉൾപ്പെടുന്നവർ, വേണ്ടത്ര ഒരുക്കി കൊടുക്കും. അരങ്ങത്തെത്തുന്നതിന് മുമ്പ് ഒരു കടലാണ് മനസ്സിൽ. ഇതെനിക്ക് ബോധ്യപ്പെട്ടതാണ്. എൻ്റെ ഇന്നത്തെ അവതരണത്തെ പരമാവധി നന്നാക്കാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ല. ഒരു ശുണ്ഠി അതങ്ങോട്ട് വരികയാണ്. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത്, വേഷം കഴിഞ്ഞ് നല്ല ബാഹുവനാവും അല്ലെങ്കിൽ കാലകേത അർജുനാവും, ആ ക്ഷീണത്തോടു കൂടി അണിയറയിലിരുന്നത് തുടക്കുകയും കിരീട കഴിച്ചു വെച്ച് വിശ്രമിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ചെല്ലാമോ എന്ന് സംശയം തോന്നും. ഒരു കുഴപ്പമില്ല, ശാന്തമായ മനസ്സ്, എല്ലാ ശുണ്ഠികളും അവസാനിച്ച് എന്തും സംസാരിക്കുകയും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വേഷം കഴിയുന്നതോടുകൂടി ഗോപിയാശാൻ എത്തുന്നു. അപ്പോൾ നേരത്തെ കണ്ട ശുണ്ഠിയുടെ പശ്ചാത്തലത്തിൽ എരമ്പുന്ന മനസ്സിൻ്റെ ഒരു കടലിൻ്റെ ഒരു പ്രത്യക്ഷമായി നമുക്ക് ആ ദേഷ്യത്തെ പോലും വ്യവച്ഛേദിച്ച് വിശകലനം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അരങ്ങത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ തീവ്രതയെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വ ബോധവും അത് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ത്വരയുടെയോ അത്യുത്സാഹത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ പ്രതിബദ്ധതയുടെയോ ഒക്കെ ഒരു നിദർശനമായി ആ ശുണ്ഠി എന്നതിൻ്റെ ആ വ്യാപ്തി. അതാ ഞാൻ പറഞ്ഞേ, ആ ശുണ്ഠിയെ നമുക്ക് പ്രണയിക്കാൻ തോന്നുന്ന രീതിയിൽ ഒരു കലാകാരൻ സൂക്ഷിക്കേണ്ട ആ ശുണ്ഠി അത് അരങ്ങിനോടുള്ള പ്രതിബദ്ധതയുടെയോ ബാധ്യതയുടെയോ ഉത്തരവാദിത്വത്തിൻ്റെയോ കൂടി ഒരു സൂചകമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹം ബിന്ദു മന്ത്രിയും എത്തിയിരിക്കുന്നു. ആ പ്രമുഖമായ പഠനാർഹമായ പ്രഭാഷണത്തിന് വേണ്ടി കാതോർക്കാൻ ഞാൻ വേദി മാറുന്നു. ഒരിക്കൽ കൂടി വരാൻ സന്ദർഭം സിദ്ധിച്ചതിലുള്ള സന്തോഷവും ഗോപിയാശാന് സാഷ്ടാംഗ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടി ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുശേഷം ശ്രീ ഹരിനാരായണൻ്റെ ഒരു മംഗളപത്രം അദ്ദേഹം തയ്യാറാക്കിയത് ഇവിടെ അദ്ദേഹം തന്നെ അവതരിപ്പിക്കും. നമുക്ക് ഏവർക്കും പ്രിയമുള്ള ആദരമുള്ള കലാമണ്ഡലം ഗോപിയാശാന് കുന്നംകുളം പൗരാവലി സമർപ്പിക്കുന്ന ഹൃദയാശംസ. ആകാശപ്പൂവരങ്ങിൻ നെറുകയിലുയരും ചന്ദിരശീലമേലെ രാകേശപ്പുൽക്കിരീടം തെളിയുമൊരഴകായി നാന്തി പാടി ഖഗങ്ങൾ മൂകാഭ്രം മേളമാർന്നു കഥകളി നെടുനാൾ
കാത്തിരുന്നോരു പച്ചപ്പ് ആകാരം പൂണ്ടുവന്നു. സഹൃദയ ഹൃദയം സാന്ദ്രമായി മോദമാർന്നു. കായത്തിൻ കോപ്പിണക്കം കണിശത മനയോലയ്ക്കു പറ്റാം മുഖം. സുസ്വായത്തം മെയ്വഴക്കം മിഴികളിലെറിയും സാധകത്തീ തിളക്കം. ധീയൊക്കും ചോടനക്കം മിഴിവൊടു വിരിയും മുദ്രയും. സദ്രസത്വശ്രീയൊത്തേ വാഴ്ക നിത്യം. കഥകളിയതിനായി കാലമേകും പതക്കം. ധ്യാനത്താൽ തീർത്തു നീ നിൻ അഭിനയകലതൻ ജീവിതം. സ്വാർജിതാത്മജ്ഞാനത്താൽ മൂർച്ച കൂട്ടി കടുകിട പിഴവില്ലാവിധം ശ്രേഷ്ഠമാക്കി. ഗാനത്തെ പോലൊഴുക്കായി നടനം അനുപദം ചേർന്നു ലാവണ്യഭാവം. മാനം നീയായരങ്ങിന് അഭിനവകലതൻ ആനനശ്രീയുമായി. നീയേകി നൈഷധേന്ദ്രൻ അനുപമവിധമാം രംഗപാഠപ്രകാരം. നീയേകി നൈഷധേന്ദ്രൻ അനുപമവിധമാം രംഗപാഠപ്രകാരം. രാധേയൻ നീ തുടുമ്പോൾ അനുഭവ നദിയായി ഭീതിയായി രൗദ്രഭീമൻ. മായാതേ പാത്രബോധം ദിനമനു തുടരും തേടലാൽ. ഉള്ളുറച്ചേ നീയേകും ഭാവുകത്വം നവമൊരു വഴിയായി ചിട്ടയായി മട്ടുമായി. കാന്തം പോൽ കാണുവോർ തൻ മനമൊരു കുനുതാം സൂചിയായി കൊണ്ടുപോകും കാന്തൻ സന്ധ്യാവലീശൻ. കാന്തം പോൽ കാണുവോർ തൻ മനമൊരു കുനുതാം സൂചിയായി കൊണ്ടുപോകും കാന്തൻ സന്ധ്യാവലീശൻ. നടനസുഭഗനായി നവ്യനായി ധർമ്മപുത്രൻ. കാന്തിക്കോ നീ മണാളൻ, കാന്തിക്കോ നീ മണാളൻ. നിശപല തനിശം ഞങ്ങളൊന്നായി നടന്നു ഭ്രാന്തം കണ്ടുൾ നിറയ്ക്കാൻ. അമൃതമധുരമാം ഹന്ത ഗോവിന്ദരൂപം. കാന്തിക്കോ നീ മണാളൻ, നിശപല തനിശം ഞങ്ങളൊന്നായി നടന്നു ഭ്രാന്തം കണ്ടുൾ നിറയ്ക്കാൻ. അമൃതമധുരമാം ഹന്ത ഗോവിന്ദരൂപം. ഈ സമാദരണ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ ആർ ബിന്ദുവിനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പുരസ്കാരദാനം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാം സ്നേഹസ്വീകരണം ഏറ്റുവാങ്ങുന്ന സമാനതകളില്ലാത്ത പ്രതിഭാസമായ ബഹുമാന്യനായ ഗോപിയാശാൻ, യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ AC മൊയ്തീൻ MLA, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സമകാലിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ ഗോപിയാശാന് കുന്നംകുളം പൗരാവലി നൽകുന്ന ഈ സ്നേഹസ്വീകരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അദമ്യമായ സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്.
വൈകി വന്നതിൽ ആശാനോടും നിങ്ങളോട് ഏവരോടും നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. കാസർഗോഡ് നിന്നാണ് ഞാൻ വരുന്നത്. അതിസാഹസികമായിട്ട് യാത്ര ചെയ്തിട്ടാണ് ഇപ്പോഴെങ്കിലും എത്തിച്ചേർന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശാൻ നളനായും അർജുനനായും യുധിഷ്ഠിരനായും രുക്മാംഗതനായും ഒക്കെ അരങ്ങ് തകർത്ത് കളിക്കുമ്പോൾ സദസ്സിൻ്റെ ഭാഗമായി വിസ്മയം കൂറുന്ന കണ്ണുകളോടെ കണ്ണിമ ചിമ്മാതെ ഉറ്റുനോക്കിയിരുന്ന ഒരു പെൺകുട്ടിയുടെ ഭാവത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കും എൻ്റെ ആശാൻ്റെ മക്കൾക്കുമൊക്കെ ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ ദൈവതുല്യനായിരുന്നു. ആ നിലയിലാണ് ഞങ്ങളുടെ ആശാൻ ഗോപിയാശാനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുള്ളത്. കഥകളിക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് 100% പറയാവുന്ന ഗോപിയാശാൻ ആഹാര്യ ശോഭയുടെ കാര്യത്തിലും അഭിനയ തികവിൻ്റെ കാര്യത്തിലും മുദ്രകളുടെ ഭംഗിയുടെ കാര്യത്തിലുമൊക്കെ ഏറ്റവും പ്രഗത്ഭമായ നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെയെന്ന് ഞാൻ കരുതുന്നു. സാത്വിക ശോഭ തിരളുന്ന കഥാപാത്രങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വേദിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളത് കഥകളിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ കലാലോകത്ത് തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപിയാശാൻ. അരനൂറ്റാണ്ടിലേറെ കാലം താൻ വ്യാപരിക്കുന്ന മേഖലയിൽ ഒന്നാമതായി നിലനിൽക്കുക എന്നുള്ള ആ മഹാഭാഗ്യം അത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. ആശാന് അത്തരത്തിലുള്ള ഒരു മഹാസൗഭാഗ്യമാണ് സിദ്ധിച്ചിട്ടുള്ളത്. കഥകളി അരങ്ങിൽ പകരം വയ്ക്കാനില്ലാത്ത മഹാപ്രതിഭ തന്നെയാണ് ആശാൻ. ഇവിടെ ഞാൻ വൈകി വന്നതുകൊണ്ടുണ്ടായ ഒരു നേട്ടം, ശ്രീ രാജാനന്ദൻ ചേട്ടൻ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഗോപിയാശാനെ സംബന്ധിച്ചിടത്തോളം വേഷം കെട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായി കഴിഞ്ഞാൽ അദ്ദേഹം കഥാപാത്രമായി സമ്പൂർണമായിട്ട് കൂടുവിട്ട് കൂടുമാറുന്നത് പോലെയുള്ള ഒരു പരകായ പ്രവേശം സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വിപുലമായിട്ടുള്ള ലോകാവബോധവും ജീവിതാവബോധവും വലിയ രീതിയിൽ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നതിന് കഴിയുന്ന സമീപന ശൈലി അദ്ദേഹത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വേദിയിലായിക്കോട്ടെ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളെ ഏറ്റവും തികവോടെ ആ കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങൾ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് ആവിഷ്കരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനാകുന്നു എന്നുള്ളതാണ് സഹൃദയ കൈരളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനായി അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ നിർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി കളിയരങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ അവതരണം കാണാനും ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാനും സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഗോപിയാശാൻ്റെ കഥകളി അവതരണത്തിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും എനിക്ക് അത്ര വൈഭവമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. കേരളത്തിൻ്റെ ആകെ സ്നേഹാദരങ്ങൾ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഗോപിയാശാൻ്റെ സതീർത്ഥ്യനായിട്ടുള്ള കുട്ടനാശാൻ ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയിലെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിലൂടെയും കോതച്ചിറയിലെ ബാല്യകാലം മുതൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്തുണ്ടായ പല അനുഭവങ്ങളുമൊക്കെ തന്നെ കേട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആശാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാളും ഒരുമിച്ചാണ് അരങ്ങേറ്റം നടത്തിയത്. അതിൽ ഗുരുത്വത്തിൻ്റെ കൂടുതൽ കൊണ്ട്, അനുഗ്രഹീതമായിട്ടുള്ള പ്രതിഭയുടെ കൂടുതൽ കൊണ്ട് ഗോപിയാശാൻ ഏറെ തിളങ്ങി എന്ന് എപ്പോഴും അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട്. നമ്മുടെ
കേരളത്തിന് ലഭിച്ച പകരം വയ്ക്കാനില്ലാത്ത അനുഗ്രഹമാണ് ഗോപിയാശാൻ. ഇത്ര നീണ്ട കാലം അരങ്ങത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങൾ, കലാസ്വാദനത്തിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത സന്ദർഭങ്ങൾ നിരവധി മനുഷ്യർക്ക് പകർന്നു നൽകാനാകി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നു എന്നാണ് ഏറ്റവും വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്. ഗോപിയാശാനെ കുറിച്ച് പറയുമ്പോൾ മറക്കാനാകാത്ത മറ്റൊരാൾ കൂടിയുണ്ട്, അത് ശിവരാമാശാനാണ്. ഗോപിയാശാൻ നളൻ്റെ വേഷം കൈകാര്യം ചെയ്യുമ്പോൾ ദമയന്തി ആരാകണമെന്ന് നമ്മൾ ആലോചിച്ചാൽ അത് കോട്ടയ്ക്കൽ ശിവരാമാശാൻ ആവണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും അഭിലഷിക്കുന്നത്. ആ രണ്ടു പേരുടെ ചേർന്നുള്ള അവതരണങ്ങൾ ഒരുപക്ഷെ കഥകളി അരങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ മായ്ക്കാനാവാത്ത വിധം രേഖപ്പെടുത്തിപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ഒരുപാട് തലമുറകളിലേക്ക് ഗോപിയാശാൻ്റെ ആ നടന ചാതുരിയുടെ പ്രത്യേകതകൾ കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രവർത്തനങ്ങൾ കുറേയൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ കാര്യങ്ങളിൽ ചെയ്യാനാവുന്നത് പരമാവധി ചെയ്യണം. ഗോപിയാശാനെ കുറിച്ച് 2 ഡോക്യുമെൻ്ററികൾ, ഒന്ന് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റേതായും മറ്റൊന്ന് ദ മേക്കിംഗ് ഓഫ് ദ മേസ്ട്രോ എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെൻ്ററിയും നമുക്കുണ്ട്. ആശാനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ ആശാൻ പങ്കുവച്ചിട്ടുള്ള അരങ്ങുകളുടെ എല്ലാ വിവരങ്ങളും പരമാവധി ചിത്രീകരണം ചെയ്യപ്പെട്ടിട്ടുള്ള അവതരണങ്ങളും എല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു പ്രത്യേക കഥകളി ശേഖരം നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനാകുന്നതൊക്കെ ചെയ്യാൻ പരിശ്രമിക്കാം എന്ന് ഞാൻ സാഭിമാനം സന്തോഷപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വാക്കുകളില്ല. വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് ഗോപിയാശാനെ എക്കാലത്തും കണ്ടിട്ടുള്ളത്. ആശാനോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതല്ല. അത് ഗോപിയാശാനെ അറിയാവുന്ന കാര്യമാണ്. ആശാൻ്റെ അങ്ങേയറ്റത്തെ ആ തികവാർന്ന കലാപൂർണതയ്ക്ക് മുൻപിൽ എൻ്റെ വിനീത നമസ്കാരങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സ്നേഹാദരപൂർവ്വം അറിയിക്കുന്നു. ഗോപിയാശാനുള്ള ഈ സമിതിയുടെ ഉപഹാര സമർപ്പണമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അത് നിർവഹിക്കും. പ്രിയപ്പെട്ട ആശാനോട് ഈ ആദരവ് ഏറ്റുവാങ്ങാൻ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. അതിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീത രവീന്ദ്രൻ പൊന്നാടയാണ്. പന്നിശ്ശേരി കഥകളിവട്ടം. ബഹുമാനപ്പെട്ട ഗോപിയാശാൻ നമ്മളോട് സംസാരിക്കും. അതിനായി ക്ഷണിക്കും. ആരാധ്യയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടീച്ചർ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ, സദസ്സിലിരിക്കുന്നവരെ പ്രഗത്ഭരെ, നമസ്കാരം. എനിക്ക് ഈ കുന്നംകുളം കഥകളി ക്ലബിൻ്റെയും പൗരാവലിയുടെയും സാംസ്കാരിക സംഘടനയുടെയും എല്ലാം കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ ഇത്രയും
ഗംഭീരമായൊരു സ്വീകരണം തന്നതിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനവും തോന്നുന്നുണ്ട്. ഇതിനെ ഇവരോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ രാവിലെ മുതൽക്ക് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ മുമ്പിൽ ഇവർ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു. ഞാൻ അത് രാവിലെ മുഴുവൻ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽക്ക് 3 മണി മുതൽക്ക് പിന്നെയും പറയണതൊക്കെ കേട്ടു. ഏകദേശം കേട്ടിട്ട് വയറ് നിറഞ്ഞു. സ്വതവേ കേട്ടാൽ വയറ് നിറയെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെവി കൂടെ തേനൊഴുകിയിട്ട് വയറ് വന്ന് നിറഞ്ഞിരിക്കണം. ഇതിനിപ്പോൾ ഞാൻ ഇത്രയ്ക്ക് അർഹനാണോ എന്ന് ശരിയാ, പക്ഷേ ഇത്രയ്ക്ക് അർഹനാവണം എന്താച്ചാൽ ഇവിടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചല്ലേ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചല്ലേ എങ്ങനെയൊക്കെ പറയാൻ സാധിക്കൂ. അതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് സമാധാനിക്കാം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇങ്ങനെ ഇവിടെ വന്ന പ്രഗത്ഭരായ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം, ബാക്കി ഇതാ നമ്മളെ എം.വി. നാരായണൻ മാഷ്, കെ.സി. നാരായണൻ മാഷ്, അങ്ങനെ രാജാനന്ദൻ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളൊക്കെ ഇങ്ങനെ സംസാരിച്ച് എന്നെ ഒരു വഴിക്കാക്കി തന്നതിന് എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. ഏതായാലും എനിക്കിപ്പോൾ ഒന്നേതിൽ പറയാമല്ലോ, അതായത് ഒറ്റ വാക്കിൽ ഞാൻ ഇത് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെ കുചേലവൃത്തത്തിൽ ഒരു കുചേലൻ പറയുന്നൊരു വാക്കുണ്ട്. അതുതന്നെയാണ് കുചേലനായിട്ട് എന്നെ സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്. നിഷ്കിഞ്ചന ഭൂസുരനെ പൊക്കമേറും സൗധമേറ്റി സൽക്കരിച്ചതുമോർത്താൽ മൽഭാഗ്യം എന്തു ചൊല്ലൂ എന്ന് പറഞ്ഞ മാതിരിയാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. ആദ്യമായി ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം തരാൻ ഇവർക്ക് തോന്നിയതിലുള്ള അതിനോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിൽ പ്രത്യേകിച്ചും ശ്രീരാമേട്ടൻ ഇത് തീരുമാനിച്ച് 4 മാസം മുമ്പോട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു. വീട്ടിൽ തീരുമാനിച്ച് കഴിഞ്ഞ ശ്രീരാമേട്ടനും നമ്മളെ കാണിപ്പോയൊരു കുട്ടനമ്പൂരിപ്പാടും കുഴിക്കാട് പ്രദീപും ഇങ്ങനെ ഇവർ 3 പേരും ഒന്നിച്ച് ഒരുപാട് മുമ്പേ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമൊന്നുമല്ല, 2-4 പ്രാവശ്യം വന്നു. പക്ഷേ വന്നതൊക്കെയും ഒരേ കാര്യം പറയാൻ തന്നെയാണ്. അതായത് സ്വീകരണത്തിന് അന്നേക്ക് തയ്യാറായിട്ട് വരണം എന്നൊക്കെ പറയാൻ തന്നെയാണ് വന്നത്. എങ്കിലും അവരുടെ ആ ഉത്സാഹം കണ്ടിട്ട് എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും. അതായത് ഇങ്ങനെ ഒരു സ്നേഹം അവരിൽ നിന്ന് കിട്ടിയതിന് ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും അവരുടെ സ്നേഹത്തിന് പാത്രീഭൂതനായി തീർന്നു എന്നുള്ളതിന് അങ്ങേറ്റം സന്തോഷം അറിയിക്കുകയാണ്. ഈ കഥകളിയിൽ ഇനി ഇത്രയും നിഷ്കർഷയായിട്ട് അധ്വാനിക്കാൻ എനിക്ക് ചെയ്യേണ്ടി വന്നത് സ്വതവേ കുട്ടിക്കാലം മുതൽക്ക് സ്വതവേ ഒരു മടിയനാണ്, അല്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു തന്നാൽ വേഗം മറക്കണ ഒരു സ്വഭാവം കൂടിയുണ്ട്. പക്ഷേ പത്മനാഭൻ നായരാശൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതെല്ലാം പോയി. അതായത് നിഷ്കർഷയായിട്ട് പത്മനാഭൻ പറഞ്ഞു തരും, അത് പിഴയ്ക്കാതെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഓർമ്മിച്ച് പിഴയ്ക്കാതെ കാണിക്കണം എന്നൊക്കെ ഒരു നിർബന്ധ ബുദ്ധി മനസ്സിൽ വന്നു ചേർന്നു. ഇതിനെല്ലാം കാരണക്കാരൻ പ്രധാനമായിട്ട് പത്മനാഭൻ നായരാശനാണ്. രാമകുട്ടി നായരാശനേക്കാട്ടിലും കൂടുതൽ എന്നെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി പത്മനാഭൻ നായരാശനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും മറക്കാനും പറയാതിരിക്കാനും വയ്യ. ഏതായാലും എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാം കൂടി എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചു. അതായത് ഇപ്പോൾ ഒന്ന് പറയാതിരിക്കാൻ വയ്യ, ശുണ്ഠിക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും എൻ്റെ അടുത്തേക്ക് വരാതെയായി തുടങ്ങിയിരിക്കുന്നു. ചെന്നോടത്തൊക്കെ ഇപ്പോൾ രാജാനന്ദനും കൂട്ടരൊക്കെ ശുണ്ഠിക്കാരനാണ്. ഇതിപ്പോൾ അത് ഏറ്റു പറഞ്ഞു തുടങ്ങി. ഇതാ ടീച്ചറും കൂടി അത് പറഞ്ഞോ സംശയം ഉണ്ടെങ്കിൽ ഇല്ലേ, പറഞ്ഞില്ലേ? ഏതായാലും അത് കാരണം കൊണ്ട് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കലാ ആസ്വാദകരെ, ഞാൻ അങ്ങനെ ശുണ്ഠിക്കാരനൊന്നുമല്ല. എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ പേടിക്കും വേണ്ട.
ഇത് ഈ ആൾക്കാർ പേടിപ്പിച്ച് എനിക്കൊരു സ്ഥാനം ഇല്ലാണ്ടാക്കി തീർക്കുക അപ്പോൾ ചെയ്യണത് തോന്നുന്നു. അപ്പോൾ ഏതായാലും അതിനൊന്നും നിൽക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മതി. മേലിലും എന്നെ സ്നേഹിക്കുക. കഥകളിക്ക് ഇനി അധികം വേഷം കെട്ടാൻ പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കും സങ്കടമുണ്ട്, നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണ്ടില്ല ഇനി. അതുകൊണ്ടല്ല, എന്തായാലും എനിക്ക് വലിയ സങ്കടമുണ്ട് കഥകളിക്ക് പോകാൻ പറ്റാത്തതിൽ. അതെൻ്റെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ തകരാറാണ്, കുറച്ച് എല്ല് തകരാറായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂടി കാരണമാണ്. കഥകളിക്ക് വേഷം കെട്ടണം എന്നുള്ള ഭ്രമം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഭ്രമം മാത്രമേ ബാക്കിയായിട്ട് നിൽക്കുന്നുള്ളൂ. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഈ കുന്നംകുളം കഥകളി ക്ലബ്ബ് എന്നെ അനുമോദിച്ച് ഇത്രയും ഗംഭീരമാക്കി തന്നു. ഈ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനൊരു ഇതാക്കി തന്നു. ഇത് ഇനി ഉത്തരോത്തരം വളർന്ന് കുന്നംകുളം കഥകളി ക്ലബ്ബ് എന്നുള്ളത് മറ്റുള്ള കഥകളി ക്ലബിനേക്കാൾ മുന്നോടിയായിട്ട് നിൽക്കത്തക്കവണ്ണം സാധിക്കട്ടെ എന്ന് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാരവാഹികൾ അതിനുവേണ്ടി ശ്രമിച്ച് അങ്ങേയറ്റം വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ സന്തോഷം, ഈ അവാർഡ് തന്നതിനുള്ള, ഈ സ്വീകരണം തന്നതിനുള്ള സന്തോഷം വീണ്ടും നിങ്ങളെ അറിയിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും അറിയിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഇതിൻ്റെ ഭാരവാഹികളെ അറിയിച്ചുകൊണ്ട്, ഇത് തരാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർക്ക് 1 കോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടിക്ക് നന്ദി പറയാൻ ശ്രീമാൻ PG ജയപ്രകാശ്. പ്രിയമുള്ളവർ, കുന്നംകുളം കഥകളി ക്ലബിൻ്റെ 10 വർഷത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലിടയ്ക്കാണ് ഗോപിയാശാനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് മറ്റെല്ലാ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും വിജയകരമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിൽ പങ്കെടുത്ത, ഇന്ന് കാലത്ത് മുതൽ ഈ പ്രവർത്തനവുമായി സഹകരിച്ച എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച കുന്നംകുളത്തെ MLA മുൻ മന്ത്രിയുമായിരുന്ന ശ്രീ AC മൊയ്തീൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് തിരക്കുകൾക്കിടയിലും ഇവിടെ വന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബിന്ദു ടീച്ചർക്ക് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ പ്രഭാഷണം നടത്തിയ ശ്രീ ME നമ്മുടെ കഥകളി ക്ലബിൻ്റെ ഭാഗം കൂടിയായ നാരായണൻ മാഷക്ക്, ME നാരായണൻ മാഷക്ക് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കാലത്തും വൈകിട്ടും ഏറ്റവും ഗംഭീരമായി കഥകളിയെക്കുറിച്ച് കേരളത്താകെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മളോട് സഹകരിച്ച ശ്രീ രാജാനന്ദനെ നന്ദി അറിയിക്കുകയാണ്. കലാമണ്ഡലത്തിൻ്റെ അംഗം കൂടിയായിരുന്ന കുന്നംകുളത്തുകാരനായ നമ്മുടെ കഥകളി ക്ലബിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ TK വാസുവിനെ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച സീതാ രവീന്ദ്രൻ, കുന്നംകുളത്തെ നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. ശ്രീ KC നാരായണൻ്റെ പ്രഭാഷണം ഇന്ന് കാലത്ത് ഗംഭീരമായി തന്നെ ഇവിടെ ഉണ്ടായി. ശ്രീ KC നാരായണൻ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഹരിനാരായണൻ കാലത്ത് മുതൽ തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന വ്യക്തി കൂടിയാണ്. നമ്മുടെ നാട്ടുകാരനും കൂടിയായ ശ്രീ ഹരിനാരായണനെ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് ഈ ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനാണ്. ഒരുപക്ഷെ ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മളോട് സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും ഗംഭീരമായി മുന്നോട്ട് പോകുമായിരുന്നില്ല. ഈ പ്രവർത്തനത്തിനും കൂടി പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്, സ്വന്തം അമ്മയുടെ അനുജത്തി മരണപ്പെട്ട് ഞാൻ ഇന്നലെ പോവുകയാണ്, പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളുമായി ബദനിയുടെ ഭാരവാഹികൾ മറ്റിവിടെ ഉണ്ടാവും, എന്താവശ്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാവും, എന്നെ പോകാൻ അനുവദിക്കണമെന്ന് എല്ലാവർക്കും പ്രത്യേകം മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ മാനേജരായ ബെഞ്ചമിൻ അച്ഛൻ പോയത്. ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ എല്ലാ അർത്ഥത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ശില്പമുണ്ടാക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന നിക്സനാണ് ഇത്തവണയും നമ്മുടെ മനോഹരമായ ശില്പം ഉണ്ടാക്കി തന്നത്. നിക്സനെ നന്ദി അറിയിക്കുകയാണ്. ബ്ലസ്സൻ സൗണ്ട്, ഒരു പക്ഷേ ഈ കഥകളി ക്ലബിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം, കോവിഡ് വന്നതിന് ശേഷം എങ്ങനെ കഥകളി മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബ്ലസ്സൻ സൗണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ബ്ലസ്സൻ സൗണ്ടാണ് ആദ്യമായി ഓൺലൈനിലൂടെ കഥകളി അവതരിപ്പിച്ചത്. കോവിഡ് കാലത്തും
നിരവധിയായ കഥകളി ഇവിടെ ഓൺലൈനിലൂടെ വിദേശത്തുള്ള ആളുകൾക്കടക്കം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു. അത് ഏറ്റവും വിജയകരമായിരുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും ബ്ലസൻറ്റ് സൗണ്ടാണ് ഈ കഥകളി ഓൺലൈനിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലസൻറ്റ് സൗണ്ടാണ് ഈ പ്രോഗ്രാമും ചെയ്തത്. ബ്ലസൻറ്റ് സൗണ്ടിന് നന്ദി അറിയിക്കുകയാണ്. ചമയം ഡന്നി കഥകളിയുടെ ഒരു പ്രവർത്തനം പറയുമ്പോൾ ഒരിക്കലും അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എന്താണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായി സമയബന്ധിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ചമയത്തിനുള്ളത്. ചമയത്തിൻ്റെ ഭാരവാഹിയായ ബെന്നിക്കും ചമയത്തിൻ്റെ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ ഉച്ചഭക്ഷണം നൽകിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരമാവധി നായർ ഹോട്ടലും രഞ്ജിത്തും ഒക്കെ തന്നെയാണ് നമുക്ക് പലപ്പോഴും ഭക്ഷണം തരാറ്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറാക്കി തന്ന രഞ്ജിത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് കാലത്ത് മുതൽ ഇവിടെ ചായക്കട ലൈവായിരുന്നു. തൃശ്ശൂർ റോഡിലെ ചായക്കടക്കാരൻ കൂടിയായ പ്രേമവേട്ടനാണ് ഇന്ന് നമുക്കിവിടെ ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ചായ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേമവേട്ടന് നന്ദി പറയുകയാണ്. പ്രവർത്തകർ ഈ വാർത്തയുമായി പത്രസമ്മേളനം നടത്തിയതിന് ശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും ഇന്നും ആയി വ്യത്യസ്ത വാർത്തകൾ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകർക്ക് നന്ദി അറിയിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ബിമോൻ നമ്മുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ബിമോനെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് വേണമെങ്കിൽ ഇന്നത്തെ കാലത്തെ പരിപാടി ഏറ്റവും ഗംഭീരമാക്കി തന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇന്നലെ വന്ന് ഗുരുവായൂരിൽ വന്ന് താമസിച്ചു. ഇന്ന് കാലത്ത് ഇവിടെ വന്നു. എന്നാൽ ഉച്ചഭക്ഷണം കഴിച്ചാണ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പോയത്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ ഗോപിയാശാൻ്റെ കവിതയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി മിനി ബാനർജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അവരിവിടെ തയ്യാറായിട്ടുണ്ട്. അവർ ഏതാനും സമയത്തിനകം അവരുടെ മോഹിനിയാട്ടം ഇവിടെ അവതരിപ്പിക്കും. മിനി ബാനർജിക്ക് അഡ്വാൻസായി നന്ദി പറയുകയാണ്. ശ്രീ പീശപ്പള്ളി രാജീവൻ, കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ പ്രോഗ്രാം ഇവിടെ നമ്മളെല്ലാവരും ആസ്വദിച്ചു. ഗോപിയാശാൻ്റെ കഥകളിയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഡെമോൺസ്ട്രേഷനാണ് അവർ അവതരിപ്പിച്ചത്. അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇനി ഇതിന് ശേഷം കഥകളി ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. കലാമണ്ഡലം കൃഷ്ണകുമാറും ആദിത്യനും അടക്കമുള്ള സംഘം ഇവിടെ കഥകളിക്ക് വേണ്ടി തയ്യാറായി അണിയറയിലുണ്ട്. അവർക്ക് അഡ്വാൻസായി നന്ദി പറയുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമ്മളിന്ന് സ്വീകരണം കൊടുത്ത പൽപ്പൻ ശ്രീ ഗോപിയാശാൻ അവർകൾക്കാണ്. ഗോപിയാശാനും ഞങ്ങളോട് ക്ഷണിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ഞാൻ ആ സ്വീകരണത്തിൻ്റെ സമയത്താണ് ഇവിടെ എത്തുള്ളൂ എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ കുട്ടൻ തിരുമേനി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കാലത്ത് വരണോ എന്ന് ആദ്യം ചോദിച്ചെങ്കിലും കാലത്ത് തന്നെ ഇവിടെ വന്ന് പൂർണ്ണമായും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായി. എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം സഹകരിച്ച് വേണമെങ്കിൽ കുന്നംകുളത്തിൻ്റെ കഥകളി ക്ലബിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാ ഉപദേശങ്ങളും കൊടുത്തേണ്ടിരുന്ന ശ്രീ ഗോപിയാശാനെ നന്ദി അറിയിക്കുന്നു. അവരുടെ പത്നി ഇവിടെ വന്നിട്ടുണ്ട്, കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കുന്നംകുളം കഥകളി ക്ലബിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ശ്രോതാക്കളായി നിരവധി ആളുകൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടൊക്കെ തന്നെ ഈ പ്രവർത്തനത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ആസ്വാദകർ തന്നെയാണ്. കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഒരു കഥകളി ക്ലബ്ബായി മാറിയിരിക്കുന്നുണ്ട്. ഇന്ന് ഇത്രയുമധികം കല്യാണങ്ങളുണ്ടായിട്ടും ഇത്രയും കടുത്ത ചൂടുണ്ടായിട്ടും മറ്റു പരിപാടികളെപ്പോലെ ആളുകളുടെ എണ്ണം ഉണ്ടായിട്ടില്ല. കുറവുകളുണ്ട് എന്ന വിഷമം ഞങ്ങൾക്കുണ്ട്. ആളുകൾ വേണ്ടത്ര എത്തിച്ചേർന്ന് അതിന് ഈ കല്യാണം തന്നെയാണ് ഒരു പ്രധാന. എങ്കിലും അതൊക്കെ ഉണ്ടായിട്ടും ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിൻ്റെ ആസ്വാദകരായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട പ്രധാനപ്പെട്ട നിരവധിയായ ആളുകൾ ഈ ചടങ്ങിലുണ്ടായിട്ടുണ്ട്. ശ്രോതാക്കളായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നു. അതിലുപരിയായി കുറേ ദിവസങ്ങളായി ഊണും ഉറക്കവുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ, ഒന്ന് കുട്ടൻ തിരുമേനിയും അതുപോലെ പ്രദീപ് കുഴിക്കാടും അടക്കമുള്ള ഇതിൻ്റെ സംഘാടകരുണ്ട്. കുറേ ദിവസങ്ങളായി അവരുടെ കഠിനമായ അധ്വാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ വിജയം. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി പ്രകടനം അവസാനിപ്പിക്കുന്നു. ഈ സ്വീകരണ സമ്മേളനം അവസാനിക്കുന്നു. തുടർന്ന് നേരത്തെ ജയപ്രകാശ് പറഞ്ഞ പരിപാടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കും.